ഒരു യോഗത്തിലേക്ക് എളിയവനായ എന്നെയും ക്ഷണിച്ചതിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് വചനധ്യാനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കുകയാണ്. നിങ്ങൾ ഒരാളത് വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കാം. ഐസിയ 53 ചാപ്റ്റർ 1. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ കുറ്റം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇവൻ ഇളയത്തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വീർന്നൊളിക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണങ്ങൾ ഇല്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം പറിച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചിരുന്നില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. സ്വർഗസ്ഥപിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയായിരുന്നു. കഴിഞ്ഞ രാത്രില് ഞങ്ങൾ വിചിന്തനം ചെയ്ത വചനത്തിന്റെ തുടർച്ചയിലൂടെ ഒരു വേള യാത്ര ചെയ്യുന്നു. ദേശത്തിന് അനിവാര്യമായ ദൂതനെ പ്രകാശിപ്പിച്ചു. ദേശത്ത് വ്യാപിക്കുന്ന എല്ലാ അധമമായ ഇരുട്ടിന്റെ പ്രവൃത്തികളെയും ഉന്മൂലനം ചെയ്തു. ദൈവമീനും വലിയ ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യോഗം ഇവിടെ സമാപിക്കും. പക്ഷെ അങ്ങയുടെ പ്രവൃത്തിക്ക് സമാധാനമില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ വലിയ പ്രവൃത്തിക്ക് കീഴില് ഏകാഗ്രതയോടെ വചന കേൾവിക്ക് സന്നിഹിതരായ എല്ലാ അവിടുത്തെ മക്കളെയും അനുഗ്രഹിച്ചു കൊള്ളണം. ഞങ്ങൾ പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിചിന്തനം ചെയ്ത വേദഭാഗം യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് അത് ഭോഷത്വമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുവശം ഈ യവന സാഹിത്യങ്ങളിലും ജൂതന്മാരുടെ അന്വേഷണങ്ങളിലും അവർ കൊണ്ടുനടന്ന ചിന്തകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അന്ന് രൂപപ്പെട്ട സുവിശേഷമാണ് ലോകത്തേറ്റവും അധികം ആളുകളെ സ്വാധീനിച്ചത്. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആ കൂടെ സുപ്രധാനമായ ഒരു കാര്യം, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ചിന്തയുടെ ശക്തി എത്രമാത്രം എന്നതിൻ്റെ ഒരാമുഖം വരെ വരാനേ ഇന്നലെ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തുടർന്നുള്ള ചില വിഷയങ്ങൾ വേഗത്തിൽ പരിഗണിച്ച് മുമ്പോട്ട് പോകുകയാണ്. വാസ്തവത്തിൽ ഈ ക്രൂശ് മരണം എന്നത് പഴയ നിയമം മുഴുവൻ വായിച്ചാൽ നമുക്ക് കാണാനാവാത്ത ഒരു പദപ്രയോഗമാണ്. ക്രൂശെന്നോ ക്രൂശ് മരണമെന്നോ നമ്മുടെ പക്കൽ നിൽക്കുന്ന പഴയ നിയമ ഗ്രന്ഥങ്ങൾ മുഴുവൻ പരതിയാൽ കാണാനാവില്ല. ക്രൂശ് മരണം എന്ന ഒരു ശിക്ഷയും പണ്ടുണ്ടായിരുന്നില്ല. ക്രൂശ് മരണത്തെക്കുറിച്ച് ചില പരോക്ഷ സൂചനകൾ പ്രവചനം എന്ന നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ക്രൂശ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിപാദിക്കുന്ന വചനങ്ങളൊന്നും പഴയ നിയമത്തിലില്ല. ആരെയും ക്രൂശിച്ച ഒരു ചിന്തയോ ചരിത്രമോ പഴയ നിയമം മുഴുവൻ അന്വേഷിച്ചാൽ കണ്ടെത്താനാവില്ല. ആ കുഞ്ഞ് ശാന്തമായിട്ടിരുന്ന അപ്പോൾ ആദ്യോടന്തം അങ്ങനെ കാണാൻ സാധിക്കാം. എന്തുകൊണ്ട്? പഴയ നിയമം അതിന്റെ അവസാന കൃതിയും തയ്യാറാക്കി 100 കൊല്ലം കൂടി കഴിഞ്ഞാണ്
പുതിയ നിയമം അല്ലെങ്കിൽ ഈ ക്രൂശ് മരണം ആരംഭിക്കുന്നത്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് 4 നൂറ്റാണ്ടുകളുടെ അകലമുണ്ട്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതുനിയമത്തിന്റെ ആവിർഭാവം. പക്ഷെ ക്രൂശ് മരണമാകട്ടെ ക്രിസ്തുവിന് 300 കൊല്ലം മുമ്പ്, അതായത് പഴയ നിയമത്തിലെ അവസാന കൃതി എഴുതി 100 കൊല്ലത്തിന് ശേഷം ഫിനീഷ്യൻസ് എന്നറിയപ്പെടുന്ന ഒരു ജനതക്കിടയിൽ രൂപപ്പെട്ടു വന്ന ഒരു ചിന്തയുടെ അല്ലെങ്കിൽ ഒരു ശിക്ഷാരീതിയുടെ പേരാണ്. അത് ജൂതന്മാർക്കിടയിലെ ശിക്ഷാരീതിയെ അല്ല. ജൂതന്മാർക്കിടയിൽ ഒരിക്കലും ക്രൂശ് മരണം എന്നൊരാശയമില്ല. അവിടെ തെറ്റു ചെയ്യുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷാരീതി പ്രധാനമായും 3-4 രീതിയിലാണ്. ആധികാരികമായ അവരുടെ ശിക്ഷാരീതി ഒരുവനെ കൊലപ്പെടുത്തുന്നത് കല്ലെറിഞ്ഞ് കൊന്നാണ്. കുറ്റവാളിയെ കല്ലെറിഞ്ഞ് കൊല്ലുക, അതിന് സ്റ്റോണിങ് എന്നാണ് പറയുക. സ്റ്റോണിങ് കഴിഞ്ഞാൽ മറ്റൊരു രീതി കുറ്റവാളിയുടെ കഴുത്തറുത്ത് കൊല്ലുക, ബിഹഡിങ് എന്നോ സോഡിങ് എന്നോ അതിന് ഇംഗ്ലീഷിൽ പറയാം. ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഹാങ്ങിങ്, തൂക്കിലെട്ടുക, തൂക്കിക്കൊല. അത് നമുക്കിന്നും ഏകദേശമൊക്കെ മനസ്സിലാകും. ഇന്ത്യയിലും അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി വിധിക്കുന്ന ശിക്ഷകൾക്ക് തൂക്കിക്കൊല ഒരു ശിക്ഷയായി കൊടുക്കുന്ന പതിവുണ്ട്. ലോകരാജ്യങ്ങളുടെ പലയിടങ്ങളിലും ഈ തൂക്കിക്കൊല നിലനിൽക്കുന്നുണ്ട്. ഇനി 4ാമതുള്ള ഒരു കൊല, അത് കഴുത്തു ഞെരിച്ചുള്ള കൊലപാതക രീതിയാണ്. കൊലപാതകം എന്ന് പറയാനാവില്ല, കാരണം രാഷ്ട്രം നടപ്പിലാക്കുന്ന ശിക്ഷയാണ്. അപ്പോൾ 4ാമത്തെ ശിക്ഷ സ്ട്രാംഗ്ലിംഗ് അഥവാ കഴുത്ത് ഞെരിച്ചുള്ള ശിക്ഷ. ചുരുക്കി പറയാം, 1 കല്ലെറിഞ്ഞു കൊല്ലുക, സ്റ്റോണിങ്. 2 തലയിറത്തു കൊല്ലുക, ബിഹഡിങ്. 3 ആളിനെ തൂക്കിലെറ്റുക, ഹാങ്ങിങ്. 4 സ്ട്രാംഗ്ലിംഗ് അഥവാ ആളിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക. ഈ 4 ശിക്ഷാരീതികളിലും ക്രൂശ് പെടുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ക്രൂശ് എന്ന ഒരു ചിഹ്നം പൊതുനിയമത്തിൽ വന്നു? എന്തുകൊണ്ടാണ് ക്രൂശിക്കുക? ഞാൻ നിങ്ങൾക്ക് മൊഴിയില്ല എങ്കിൽ ആ ക്രൂശ് മരണത്തെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു, ഫിനീഷ്യർക്കിടയിൽ രൂപപ്പെട്ട ശിക്ഷ. ഫിനീഷ്യർക്കിടയിൽ നിന്ന് പിൽക്കാലഘട്ടത്തിൽ ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ രീതി പേർഷ്യക്കാർ പകർത്തുന്നു. ഇറാനിയൻ ജനത ഈ ശിക്ഷ പകർത്തുന്നു. ഈ ശിക്ഷ ഏറെ താമസിയാതെ അലക്സാണ്ടറും നടപ്പിലാക്കുന്നില്ല. ഇനി വൻതോതിൽ ഈ ശിക്ഷ നടപ്പിലാക്കിയത് നാം ഈ പറഞ്ഞ 3 രാഷ്ട്രങ്ങളുമല്ല, അത് റോമക്കാരാണ്. റോമക്കാരാണ് ക്രൂശ് മരണത്തിന് സാർവജനീനമായ എല്ലായിടത്തുമുള്ള ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ആ പദം ഉപയോഗിക്കുന്നറിയില്ല, ക്രൂശ് മരണം സാർവത്രികമാക്കുന്നത് റോമൻ ഭരണകൂടമാണ്. ഇനി മറ്റൊന്ന്, എല്ലാവരെയും ഒന്നും റോമിൽ ക്രൂശിക്കില്ല. എല്ലാവരെയും ക്രൂശിക്കില്ല. പകരം ചില നിർദ്ദിഷ്ട വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് മാത്രം ക്രൂശിക്കും. അപ്പോൾ തന്നെ ഒരേ കുറ്റം 2 ആളുകൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ 2 പേർക്കും 2 തരം ശിക്ഷ അതും റോമിൽ നടത്തുക. ആളിന്റെ നിലവാരം അറിയിച്ചുകൊണ്ടുള്ള ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റി പണ്ട് ഇന്ത്യയിൽ എന്ന വണ്ണം പുരാതന റോമിൽ നിലനിന്നിരുന്നു. ഇന്ത്യയിലും പണ്ട് അങ്ങനെയായിരുന്നു. ഓരോ കുറ്റവും ഗ്രേഡഡ് ഇനീക്വാലിറ്റി, മുകളിലേക്ക് ചെല്ലും തോറും ഗ്രേഡ് കൂടിക്കൂടി വരുന്നു. താഴേക്ക് വരുംതോറും ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുന്ന തരത്തിലെ ശിക്ഷാരീതികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് 100 കൊല്ലം മുമ്പുള്ള കേരള ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. മറിച്ച് റോമിൽ നിലനിന്നിരുന്ന ആ ശിക്ഷാരീതി ആർക്കായിരുന്നു ബാധകം എന്ന് പറയാം. റോമിൽ പലതരം മനുഷ്യരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശക്തരായ ആളുകളെ വിളിച്ച, എലീറ്റ് ക്ലാസിനെ വിളിച്ച ആ പേരായിരുന്നു പെട്രീഷ്യൻസ് എന്നത്. നമ്മളിന്ന് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ മഹാരാജ്യത്ത് സമ്പദ് വ്യവസ്ഥ മുഴുവൻ നിയന്ത്രിക്കുന്നത് 3% മാത്രം വരുന്ന ബെനിയ എന്നറിയപ്പെടുന്ന
ഒരു കച്ചവട വർഗമാണ്. 3%. വാസ്തവത്തിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തി ഇന്ത്യയുടെ ആ സമ്പദ് വ്യവസ്ഥ പോലും ഈ 3.5% വരുന്ന ഗ്രൂപ്പിന്റെ കയ്യിലാണ്. ഞാൻ അവരിൽ ചിലരെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാക്കുക ആരൊക്കെയാണ്. നമ്മുടെ മഹാനായ ഗാന്ധിജി ഈ ബനിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു, വൈശ്യനായിരുന്നു. ഗാന്ധിജിയുടെ സ്പോൺസർ അദ്ദേഹം ജീവിച്ചിരുന്ന വീട് ബിർള കൊടുത്തതാണ്. ബിർള മന്ദിർ എന്നാണ് അതിന് പറയുക. ആ ബിർള മന്ദിറിന്റെ ഉടമയായ ബിർള ഉൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്ന ആദിത്യ ബിർള ഉൾപ്പെടെ ഉള്ള ഒരു സമൂഹം വലിയ സമ്പന്നരാണ്. ഇത് കൂടാതെ നമ്മൾ അറിയുന്ന ലക്ഷ്മി മിത്തലുണ്ട്, ഉരുക്ക് വ്യാപാരി. നാം അറിയുന്ന പ്രസിദ്ധനായ ഗോയങ്കയുണ്ട്. നമ്മളറിയുന്ന ഏറ്റവും നമ്മളറിയുന്ന സമ്പന്നരായ രണ്ടുപേര് അദാനിയും ഗൗതം അദാനിയും ദിരുഭായ് അംബാനിയുടെ മക്കളുമൊക്കെയാണ്. ഇതെല്ലാം ഒറ്റ കുടുംബമാണ്, ഒറ്റ സമൂഹമാണ്. ഇവരാണ് MP-മാരെ ആ സ്ഥാനത്ത് രാജ്യസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇവരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഫണ്ട് കൊടുക്കുന്നത്. അവർ നിശ്ചയിക്കുന്നവരാണ് ഇന്ത്യയുടെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നത്. ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമാണെന്നും ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഒപ്പം കുതിക്കുകയാണെന്ന് പറയുമ്പോൾ ആ കണക്ക് കൂടി പരിഗണിക്കണം. നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണവും അദാനിയുടെ പണവും അംബാനിയുടെ പണവും എന്റെ ബാങ്ക് ബാലൻസും എല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മളിങ്ങനെ ലോകത്തെ കാണിച്ചിട്ട് പറയും ഞങ്ങൾ സമ്പന്നരാണ്. പക്ഷേ 3.5% വരുന്ന ജനതയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഴുവൻ കയ്യാളി വെച്ചിരിക്കുന്ന കോർപ്പറേറ്റ്. ഇതുപോലെ റോമിലും ഒരു കോർപ്പറേറ്റ് സംവിധാനം നിലനിന്നിരുന്നു. ആ കോർപ്പറേറ്റ് സംവിധാനത്തെ വിളിച്ച, ആ എലീറ്റ് ക്ലാസ്സിനെ വിളിച്ച പേരാണ് പെട്രീഷ്യൻ. ഒരു കാര്യം പറയണ്ടേ, ഈ പെട്രീഷ്യനെ ക്രൂശിക്കുന്ന പതിവില്ല. ഈ പെട്രീഷ്യൻ ഏത് കുറ്റം ചെയ്താലും ക്രൂശിക്കില്ല. വേണ്ടി വന്നാൽ നാട്ടുരാജാക്കന്മാർക്കും പണം കൊടുത്തു സഹായിക്കാൻ കഴിയത്തക്ക വിധത്തിലെ രത്നവ്യാപാരികൾ, കപ്പൽ പ്രമാണിമാർ, അങ്ങനെ ലോക നിലവാരമുള്ള സമ്പന്നരായിരുന്നു പെട്രീഷ്യൻ. ഇനി അതിന്റെ തൊട്ടുതാഴെയുള്ള സമ്പന്നരുണ്ട്. ആ സമ്പന്നരെയാണ് അറിയുന്നത് പ്ലീബിയൻസ് എന്നൊരു പേര്. ഇനിയും കുറെ ആളുകളുണ്ട്, ഈ വന്ന് പറക്കുന്ന മനുഷ്യര്, അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തവര്. അവരെ നമ്മുടെ കോടതിയും പറയുന്നതിൽ പറയില്ല, എന്റെ ക്ലൈന്റ് എന്ന് വക്കീലന്മാർ പറയുന്നു. ഈ ആളുകളെ അത് അഡ്വക്കേറ്റ് ഉണ്ട്. ഈ കക്ഷി എന്ന അർത്ഥത്തിൽ ഇതൊരു ഗ്രൂപ്പായിരുന്നു റോമിൽ. അതിന്റെ അർത്ഥം ഇവര് പൗരന്മാരല്ലാത്ത കണ്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഓൺ ബിഹാഫ് ഓഫ് ദം അവർക്ക് വേണ്ടി ഒരു ബാരിസ്റ്റർ വേണം കോടതിയെ സമീപിക്കാൻ. നേരിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്ലൈൻസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ താഴെ ക്ലൈൻസ് ഒരാളിനെ വെച്ച് സംസാരിപ്പിക്കണമെന്നേ ഉള്ളൂ. റോമിന്റെ കൾച്ചർ അറിയില്ല, അവിടേക്ക് വന്നതാണ്, അതൊക്കെ വിടാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, ഡൂലോസ്. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? ഡൂലോസ് എന്ന് മിക്കപ്പോഴും ബൈബിൾ സ്കൂളുകളുടെ ഒക്കെ പേരാണ്. എന്തിനാണ് ആ പേരിട്ടതെന്ന് എനിക്കറിയില്ല. ഞാനും ഇത് പറയുമ്പോൾ ഡൂലോസ് എന്ന് പറഞ്ഞൊരു സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പളാണ്. പ്രസംഗം കഴിയുമ്പോൾ അത് തള്ളിക്കളയുമെന്ന് അറിയില്ല. വർഷങ്ങളായിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പൊ അതും കേട്ടാൽ കുട്ടികൾ ഗ്രീക്കായത് നന്നായി. യഥാർത്ഥ അർത്ഥം അടിമയാണ്. അടിമ, ഡൂലോസ്. സ്ലേവ്സ് യഥാർത്ഥം. സ്ലേവ്സ് ഒരു വലിയ സമൂഹമായിരുന്നു. സ്ലേവ്സ് അടിമകൾ എന്നറിയപ്പെടുന്ന ഈ ജനസമൂഹം ഒത്തിരി ഉണ്ടായിരുന്നു. അംഗസംഖ്യ കൂടി 100 അടിമ എനിക്കുണ്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് സിംബലിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിന് ഇന്ത്യൻ അടിമത്തത്തോടൊന്നും തുലനം ചെയ്യാനാവില്ല. അത് വേറൊന്നും. ഏറ്റവും ഹീനമായ അടിമത്തം ലോകത്ത് നിലനിന്നൊരു സ്ഥലം ഇന്ത്യ തന്നെയാണ് പ്രാചീനമായ കാലത്ത്. പിന്നെ ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയോളം വരില്ല. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും ക്രൂരമായ മൃഗതുല്യമായ അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഞാൻ ഇന്നലെ കുറച്ചൊക്കെ അത് വിശദീകരിച്ചു. അത് വിടാം. അപ്പൊ നമുക്ക് റോമിൽ തന്നെ നിൽക്കാം. റോമിൽ ഇത്തരം ഒരു അവസ്ഥ നിലനിൽക്കവേ അടിമകൾ ജോലി ചെയ്ത് ഈ റോമിനെ സമ്പന്നമാക്കി. റോമക്കാർ ജീവിതത്തിലേറെ പ്രാധാന്യം കൊടുക്കുന്നത് പൊതുനിരത്തുകൾ പണിയാൻ, റോഡുകൾ, കടലിടുക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന കനാലുകൾ കീറാൻ, അങ്ങനെ വികസന സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത റോമക്കാർ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ കൃഷി ചെയ്തു. ആ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അവരുടെ ഭണ്ഡാരപ്പുരകൾ നിറച്ചു.
റോമിലെല്ലാ റോഡും റോമിലേക്കെന്നൊരു പഴമൊഴി പറയുമാറ് സംവിധാനങ്ങൾ ശക്തമാക്കി. ഈ കൂടെ റോമക്കാർ മറ്റൊന്ന് കൂടി ചെയ്തു. ഒരു ഔദ്യോഗിക ഭാഷയുണ്ടാക്കി. അതിന്റെ പേരാണ് ലത്തീൻ. നമ്മൾ പറയുന്നത് ഭരണഭാഷ മലയാളം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഭരണഭാഷയായിരുന്നു ലത്തീൻ അഥവാ ലാറ്റിൻ. മാത്രമല്ല, ചരിത്രാതീത കാലഘട്ടത്തിൽ തന്നെ കോടതികൾ എന്നൊരു സംവിധാനമുണ്ട്. ഈ കോടതികളുടെ ഉത്ഭവം ഇറാഖിലായിരുന്നു. ആദ്യത്തെ നിയമജ്ഞന്റെ പേര് ഹമ്മുറബി എന്നായിരുന്നു. അതിന് നിയമം പഠിക്കുന്ന കുട്ടികൾ പറയും ഹമ്മുറബി ഈസ് ദ ഫാദർ ഓഫ് ലോ. നിയമത്തിന്റെ ദാതാവ് അയാളായിരുന്നു. ഹമ്മുറബിയെ കൂടാതെ നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്ന ന്യായപ്രമാണം എന്നുള്ളൊരു ഗ്രന്ഥമുണ്ടല്ലോ. ആ ന്യായപ്രമാണത്തിൽ 613 നിയമങ്ങളുണ്ട്. 613 നിയമങ്ങളെ രണ്ടായി തിരിക്കണം. 365 നിയമങ്ങൾ പറയും ഡോൺ ഡു, അരുത് 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 അരുത്. അടുത്ത 248 പറയും യു ഹാവ് ടു ഡു, നീ ചെയ്തിരിക്കണം. അരുതും അരുതായ്മകളും ഒക്കെ കൊണ്ട് 613 നിയമങ്ങൾ, ഉപനിയമങ്ങൾ, ലംഘിക്കുമ്പോഴുള്ള ശിക്ഷ, ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും നടപ്പിലാക്കുന്നത് മതകോടതിയാണ്. ആ മതകോടതിയുടെ പേരാണ് സന്നിധ്രി. ആ മതകോടതിയുടെ അധ്യക്ഷന്റെ പേരാണ് മഹാപുരോഹിതൻ. ആ മതകോടതിയിൽ ഒരാൾക്ക് വരാൻ കഴിയുന്ന യോഗ്യത എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലെ 613 നിയമങ്ങളും പഠിക്കണമെന്ന് മാത്രമല്ല, അതിന്റെ പൊഴുതുകൾ, പ്രതി രക്ഷപ്പെടാൻ കാണിക്കുന്ന വ്യഗ്രതകൾ, അതിന്റെ പഴുതുകൾ മുഴുവൻ അടച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു കൂട്ടരും എല്ലാ പഴുതുകളെയും എല്ലാത്തരം ശിക്ഷയ്ക്കുള്ള ശ്രമങ്ങളെയും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കുന്ന മറുഭാഗവും ചേരുന്ന ഒരു കോടതി, അതായിരുന്നു ജൂതന്മാർക്കിടയിലെ കോടതി. ആ ജൂത കോടതിയുടെ പേരാണ് സന്നിധ്രീൻ. സന്നിധ്രീന്റെ അധ്യക്ഷൻ മഹാപുരോഹിതൻ. പുരോഹിതന്റെ മുമ്പിൽ 70 അംഗങ്ങളടങ്ങുന്ന ഒരു വലിയ പാനൽ. ആ പാനലിൽ 70 അംഗങ്ങൾ ഇരിക്കേണ്ടത് മഹാപുരോഹിതന്റെ വലത്ത് 35 പേർ, മഹാപുരോഹിതന്റെ ഇടത്ത് 35 പേർ. ഇടത്തും വലത്തുമായി അത്രയും പേർ അണിനിരക്കാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ വന്നു ചേരുന്നവരുടെ ഭൂരിപക്ഷത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പുരോഹിതൻ നടപടിക്രമത്തിലേക്ക് കിടക്കും. മഹാപുരോഹിതൻ വരുന്നില്ല എങ്കിൽ മുൻപ് ഈ സേവനം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത പുരോഹിതൻ വന്നാലും മതി. ഇനിയും അതിനും കഴിയുന്നില്ല എങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന സന്നിധിയിലെ അംഗം ഇരുന്നാൽ മതി. ഒരു കാര്യം ഉറപ്പ്, വിധി പ്രസ്താവിച്ചേ പറ്റൂ. ഇങ്ങനെയാണ് ആ യഹൂദ കോടതി നിലനിന്നിരുന്നെങ്കിൽ റോമിലെ കോടതി നിലനിന്നിരുന്നത് കുറെ കൂടി കാർക്കശ്യഭാവത്തോടെയാണ്. റോമിൽ ഈ ക്രൂശ് മരണം കൊടുക്കുന്നത് ആർക്കാണെന്നറിയണ്ടേ? റോമിലെ അടിമകൾക്ക് മാത്രം ഡൂലോസിന് കൊടുക്കുന്ന ശിക്ഷ. എന്തിനാണ് ഡൂലോസിന് അടിമകൾക്ക് ഈ ശിക്ഷ കൊടുക്കുന്നതെന്നറിയണ്ടേ? അടിമകൾക്കിടയിൽ രൂപപ്പെടുന്ന സ്വാതന്ത്ര്യദാഹമുണ്ട്. അവരനുഭവിക്കുന്ന കനത്ത പീഡകൾക്ക് നടുവിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ചിലതരം വൈകാരിക വിക്ഷോഭങ്ങൾ അവർ പ്രകടിപ്പിച്ച് യജമാനന്മാരെ കൊല്ലും. അവരുടെ കളപ്പുരകൾക്ക് തീയിടും. അവരുടെ ധാന്യങ്ങൾ വെള്ളത്തിലൊഴുക്കും. അവരുടെ മക്കളെ കരുത്ത് ഞെരിച്ചു കൊല്ലും. ഇങ്ങനെയൊക്കെ ചെയ്ത് പൂർവികരോട് യജമാനന്മാർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ചരിത്രം തികഞ്ഞ പ്രതികാരം നിർദ്ദേശിക്കും. ഇത്തരം ആളുകളെ എങ്ങാനും അറസ്റ്റ് ചെയ്തു പോയാൽ അവന് കിട്ടുന്ന ശിക്ഷയാണ് ക്രൂശുമരണം. മനസ്സിലായല്ലോ? ഇനി ഞാൻ കുറെ കൂടി അതൊന്ന് വിശദീകരിച്ചു വന്നിട്ട് ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. ശ്രദ്ധയോടിരിക്കണം. മുഷിയുന്നുണ്ടോ? വീണ്ടും പറയട്ടെ, ഈ അടിമകൾ ജോലി ചെയ്ത് അത്യാവശ്യം റോമിനെ സമ്പന്നമാക്കി കഴിഞ്ഞപ്പോ ഇവർക്ക് കൊടുക്കാൻ ഒരു ജോലിയില്ല. ഭക്ഷണം ആവശ്യത്തിന് കൊടുക്കുകയില്ല. അപ്പൊ അത് അടിമകളെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാല് വലിയ പ്രയാസമാണ്, പരിപാലിക്കാൻ പാടാ. അതിന് റോമിലെ സെനറ്റേറിയന്മാർ, ഈ സെനറ്റ് എന്ന പദമൊക്കെ അവിടെ നിന്നുണ്ടാകുന്ന സെനറ്റേറിയന്മാർ ഒത്തുകൂടി ആലോചന സദസ്സിൽ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ജോലിയുടെ ശൈലി മാറ്റിപ്പിടിക്കണം, നമുക്ക് മറ്റു ചില പരിപാടികളിലേക്ക് കടക്കണം. അത് കേട്ടോ എന്താ, ഇവർക്ക് നല്ല ചെറുപ്പക്കാരെ അവരുടെ സ്വാതന്ത്ര്യമൊന്നും ഒക്കെ പറഞ്ഞ് നമുക്കെതിരെ കലഹിക്കാതിരിക്കാൻ ചില പണിയുണ്ടാകും. ഒന്നവർക്ക് മദ്യം കൊടുക്കുക, രണ്ട് ലഹരി വസ്തുക്കളൊക്കെ കൊടുക്കുക. വെറുതെ കൊടുത്താൽ പോരാ, സിസ്റ്റമാറ്റിക് ആയിട്ട് ലഹരി കൊടുക്കണം. ചുമ്മാ ഇച്ചിരി കണ്ടു കൊടുത്തിട്ട് കാര്യമില്ല. ആ കൊടുക്കുന്നത് നല്ല ചിട്ടയ്ക്ക് കൊടുക്കണം. അവനെ കുടിച്ച് ഇതിനെ അഡിക്റ്റ് ആക്കണം. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഈ മദ്യം ചിലര് കഴിച്ച് അവസാനം മദ്യം അവനെ കഴിക്കാൻ വേണ്ടി. അങ്ങനെ
തിരിച്ചാകുമ്പോൾ കള്ള അവനെ കയറി കുടിക്കും. ഈ നിന്നിലേക്ക് എത്തിച്ചേരും കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കാനൊരു വഴിയുണ്ട്. ഇവർക്കിടയിൽ അടിമകളിൽ ഒരു അരക്ഷിതത്വ ബോധം വളർന്നു. കാരണം പ്രായമായ ഇവരുടെ അച്ഛനമ്മമാരെ ദൂരെയുള്ള ഏകാന്ത തടവറകളിൽ തുരുത്തുകളിൽ കൊണ്ട് തട്ടി അവിടെ ഇട്ടിട്ട് പോയി. പറയുന്നത് ജോലിക്ക് കൊണ്ടുവന്നാണ്. ജോലിക്ക് കൊണ്ടാണെന്ന് കരുതി അവിടെ കൊണ്ടിട്ടിട്ട് വല്ലപ്പോഴും കപ്പലിൽ കുറെ ഭക്ഷണം കൊണ്ടു കൊടുക്കും. അതിങ്ങനെ വലിച്ചെറിയും. 1000 പേരുള്ളടുത്ത് 100 പേർക്കുള്ള ഭക്ഷണം കാണും. തമ്മിലടിച്ച് തകർന്ന് ഈ ഭക്ഷണത്തിന് വേണ്ടി ആർത്തികൂട്ടി അവർ ഭ്രാന്തന്മാരാകും, ഏറ്റുമുട്ടും. ഇവരെ കൊണ്ടുപോകുന്ന കൽക്കരിക്കനിയിൽ പണിയെടുക്കാനാ. പണിയെടുത്ത് മടുക്കും. ഇത്തരം കൊടും ക്രിമിനലുകളെ കൊണ്ടിട്ട ഒരു ദ്വീപിന്റെ പേരാണ് പത്മോസ്. ആ പത്മോസിലേക്കാണ് ധനനായ യോഹന്നാനെ അയക്കുന്നതെന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് നിലനിന്നിരുന്ന മനുഷ്യത്വ വിരുദ്ധതയുടെ ആഴം 95 വയസ്സുള്ള ഒരു മനുഷ്യനെയും കൊണ്ട് അവിടെ കൊണ്ടിട്ടു. കൊടും ക്രിമിനലുകളാ, സമനില തെറ്റിയവര്, പരസ്പരം ഏറ്റുമുട്ടുന്നവര്, പട്ടണത്തിന് അടിക്കുന്നവര്, യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ദൈവമകനെ അവിടെ കൊണ്ടിട്ടു. പക്ഷെ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ പോയവരൊക്കെ ഭരണകൂടത്തെ വ്യവസ്ഥകളെ പുച്ഛിച്ച് പുറം തള്ളി പിരാഗി മൊഴിഞ്ഞ് ചീത്ത പറഞ്ഞ് മുടിയൊക്കെ വലിച്ചു പറിച്ച് ക്രൂരഭാവത്തോടെ ആ സ്ഥലത്ത് നിലകൊണ്ടെങ്കിൽ ഒരുത്തൻ മാത്രം പറയുക, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ആ ഏകാന്തതയുടെ ദുരിതത്തിൽ കിടന്നുകൊണ്ട് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. ആ കേട്ട ശബ്ദത്തിങ്കിലേക്ക് കാതു കുറിപ്പിച്ചപ്പോൾ എന്നോട് സംസാരിച്ച നാദമെന്തെന്നത് തിരിച്ചറിയേണ്ടതിന് ഞാൻ നോക്കുമ്പോൾ 7 പൊന്നിൽ വിളക്കണ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ അവിടെ കണ്ടു. എന്താണ് ഇതിന്റെ അർത്ഥം? ഏത് കച്ചറയുടെ കാഠിന്യങ്ങളിലും ഏതൊറ്റപ്പെട്ട ദ്വീപിലും അകപ്പെട്ടു പോകുന്ന ഭക്തന് വേണ്ടി വെള്ളി വെളിച്ചം പോലെ പ്രശോഭിക്കുന്ന ധനനായ ദൈവത്തിന്റെ ഇടപെടൽ ഭക്തന് സാർത്ഥകമാക്കാൻ കഴിഞ്ഞെങ്കിൽ 95 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് 22 അധ്യായങ്ങളുള്ള വെളിപ്പാട് പുസ്തകം എഴുതിച്ചുകൊണ്ട് റോമിന് എന്ത് ഭവിക്കും, ബാബിലോണിക്ക് എന്ത് ഭവിക്കും, ഇന്ത്യക്ക് എന്ത് ഭവിക്കും, ലോകരാഷ്ട്രങ്ങൾക്ക് എന്ത് ഭവിക്കും, വരാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകനെ ഉരുവാക്കി അവിടെ നിന്ന് ഒരു കാലത്തിന്റെ കണ്ണാടിയായി വസ്തുതകളെ വ്യാഖ്യാനിക്കാൻ കൊടുത്ത കരുത്തുറ്റ അനുഭവത്തിന്റെ പേരാണ് സുവിശേഷം. അതാണ് ദൈവത്തിന്റെ ഇടപെടലെങ്കിൽ ഈ സമാപന രാത്രിയിലും ആ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ പ്രാപിച്ചെടുത്ത വചനത്തിന്റെ ശക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ അറിയുന്ന അനുഭവിക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളടക്കം വീണ്ടും ആവർത്തിക്കുന്ന മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദിവ്യവചനത്തിന്റെ പ്രകാശനത്തിൽ കിട്ടുന്ന ഏതവസരത്തിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, രക്ഷ യേശു ക്രിസ്തു കൂടി മാത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ നസ്രായനായ യേശുവിനെ ഞങ്ങൾ ഈ രാത്രി രക്ഷ കൂടാതെ ഈ ദേശത്ത് ഉയർത്തിക്കൊണ്ട് ആവർത്തിക്കുന്ന ഒരു രക്ഷ യേശു ക്രിസ്തു കൂടി മാത്രം. രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്നുള്ള സ്വർഗീയ ശക്തത്തിന്റെ അനുവർത്തനം, ആവർത്തനം ഞങ്ങൾ വീണ്ടും ആവിഷ്കരിച്ചുകൊണ്ട് പറയാം, യേശു ക്രിസ്തു രോഗവിമോചകൻ, യേശു ക്രിസ്തു പാപവിമോചകൻ. ആ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷയ്ക്ക് ഹേതു യേശു ക്രിസ്തു. റോമിലേക്കും മടങ്ങണം. ഇവിടെ ആളുകളെ ഇങ്ങനെ കൊണ്ട് തട്ടുമ്പോ മക്കളുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ ബോധം. അപ്പൻ ബൈ പറഞ്ഞിട്ട് പോകുമ്പോ അപ്പനറിയാം ഇനി ഒരിക്കലും മക്കളെ കാണത്തില്ല, മക്കൾക്കും അറിയാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മക്കൾ തരം കിട്ടുമ്പോഴൊക്കെ പെട്രീഷ്യൻസിനെ ആക്രമിക്കും. ഇത് വരാതിരിക്കാൻ വേണ്ടി 2-3 കലാപരിപാടികൾ അവിടെ ആവിഷ്കരിച്ചു. ഒന്ന്, മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ബൈബിളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന വരിയിൽ വായിച്ചിട്ടുണ്ടല്ലേ? 1 കൊരിന്ത്യർ 15 മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. അക്ഷരാർത്ഥത്തിലെ യുദ്ധമല്ല, ആത്മമണ്ഡലത്തിലെ പോരാ. ഇനിയും മറ്റൊന്ന്, മനുഷ്യനെയും തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിന് ഗോതയിൽ കൊണ്ട് വെക്കുക. 2 അടിമകൾ തമ്മിൽ അടിക്കും. ആദ്യം ചോര പൊടിയുന്നത് ആർക്ക്? അതിന്റെ എതിരാളിക്ക് പണം കിട്ടും. എതിരാളിക്ക് കിട്ടുമല്ല, അതിന്റെ യജമാനെ കിട്ടും. ആദ്യം ആരെ അടിച്ചു വീഴ്ത്തുന്നു? എതിരാളിക്ക് പണം കിട്ടും. അപ്പൊ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വീര്യം വരാൻ വ്യത്യസ്ത നിറങ്ങളുള്ള മദ്യം നിറച്ചു വെച്ച പാത്രങ്ങൾ, പാനപാത്രങ്ങൾ,
ഇവരെ പ്രലോഭിപ്പിക്കാൻ സുന്ദരിമാരായ സ്ത്രീകൾ ഇവരെയൊക്കെ സ്റ്റേജിൽ ഇരുത്തി നാണയക്കിഴികളും വെച്ച് നീ ജയിച്ചാൽ ഇത് നിന്റെ കൂലി. അപ്പൊ ഇതിനകത്ത് എന്താ പ്രശ്നം അല്ലേ? ആ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമുണ്ട്. രണ്ടാളുകൾ ഏറ്റുമുട്ടുമ്പോൾ മറ്റുള്ളവർ ചുമ്മാതെ നിൽക്കുകയല്ല, അതിന്റെ മറവിൽ പന്തയങ്ങൾ വെക്കുക. പന്തയം വെക്കുന്ന വലിയ ഏജൻസികളുണ്ട്. ഇതിൽ ആരാണ് ജയിക്കുക എന്ന് പന്തയം വെച്ചുകൊണ്ട് ചൂതുകളി നടക്കുക. വൻതോതിൽ പണം മുടക്കി അങ്ങനെ ദരിദ്രരായിത്തീർന്ന മനുഷ്യരുണ്ട്, നോക്കി നിൽക്ക് കോടീശ്വരരായിത്തീർന്ന മനുഷ്യരുണ്ട്, സുലഭമായി മദ്യവും മയക്കുമരുന്നും വിറ്റഴിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇതായിരുന്നു റോം. മനസ്സിലായില്ലേ? ഈ റോമിനെ നോക്കി ഞങ്ങളുടെ ഒരു അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, എനിക്ക് റോമയിലൊരു വാതിൽ തുറന്നു കിട്ടണം. ഇങ്ങനെ ധൈര്യമുള്ളവരെ കൊണ്ടാണ് ഇനി ദൈവം പ്രവർത്തിക്കുന്നത്. ആ ഇരുണ്ട റോമിനെ നോക്കിട്ട് പറയാ, എനിക്കിവിടെ ഒരു ചാൻസ് കിട്ടണം. ഐ ഹാവ് ടു ഗെറ്റ് എ ചാൻസ് ടു പ്രീച്ച് ക്രൂസിഫൈഡ് ജീസസ്. ഞാൻ ഇവിടെ യേശുവിനെ പ്രസംഗിച്ചാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എനിക്കൊരു വാതിൽ വേണം. 2026 മുട്ടിക്കോളൂ, ഒരു വാതിൽ ഉറപ്പാണ്. നിരന്തരം മുട്ടുമ്പോൾ ലജ്ജ കൂടാതെ തുറക്കുന്നവൻ ദേശത്തിന്റെ ചിത്രം മാറ്റിവരയ്ക്കും. നമ്മുടെ പൂർവികർ വിതച്ചിട്ട വചനത്തിന്റെ ഫലം കൊയ്തെടുക്കുന്ന കാഴ്ചകൾക്ക് വേണ്ടി അന്തരാത്മാവ് ഉണരട്ടെ, ഹൃദയം ദർശിക്കട്ടെ. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ജ്ഞാനങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ നിരന്തരമായ ദൈവിക ഇടപെടലുകളുടെ ദൈവിക സൗഖ്യത്തിന്റെ ഒരു വലിയ പരമ്പര കാണാൻ അകക്കണ്ണ് തുറക്കട്ടെ ചിലരുടേത്. അതിനാ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ്, അതിനാ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അതിനാ ഉണർവ്, അതിനാണ് കൂട്ടായ്മ. അതിനുവേണ്ടിയാണ് നമ്മൾ സംഘടിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് കുറഞ്ഞ ഒരു അജണ്ടയും നമുക്കില്ല. വിശ്വാസത്താൽ കാത്തിരുന്നാട്ടെ. വലിയ 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 ദൈവപ്രവൃത്തി നാളിതരെയായി പ്രവർത്തിച്ചിട്ട് ലഘുലേഖ കൊടുത്തിട്ട് തെരുവിൽ പ്രസംഗിച്ചിട്ട് യോഗം നടത്തിയിട്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ യാതൊരു കാരണത്താലും ഭാരണപ്പെടേണ്ട കാര്യമില്ല. ഇതാ പ്രവർത്തിക്കുന്ന ഒരു യേശു, ഇടപെടുന്ന ഒരു ദൈവം, സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് അവിടുത്തെ പ്രവൃത്തി ചെയ്തിരിക്കുമെന്ന ഉറപ്പോടെ വേണം ഈ യോഗം വിട്ട് കടന്നു പോകാൻ. അതൊരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ നിയോഗം ഇത് ദൈവമക്കൾ പ്രാപിക്കണം. അവിടുന്ന് സംഭവിച്ചത് റോമില് എങ്ങനെയുള്ള പരിസ്ഥിതികൾ വല്ലാതെ സംജാതമായപ്പോൾ ഈ അടിമകളെ വന്ന് അടിച്ചു കൊടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. അവരുടെ ഇത്തരം കുറ്റം കണ്ടുപിടിച്ചാൽ ഇവരെ കൊണ്ട് വഴിയരികിൽ ക്രൂശിക്കും, റോഡരികിൽ ക്രൂശിക്കും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, അതിന്റെ പേര് ചിത്രവധമാണ്. ചിത്രവധം. എന്താ ചിത്രവധം? പക്ഷിയുടെ കൂട് പോലൊരു കൂട്, അതിന് കൈയും കാലുമുണ്ട്, കാലിന്റെ കൈയുണ്ട് രണ്ടെണ്ണം. ഈ കൂടിനകത്ത് കയറ്റി മനുഷ്യനെ നിർത്തിയിട്ട് ഇരുമ്പ് കൂടാണ്, അത് കാണാൻ നമുക്ക് അഴിയാണ്. ഈ കൂട് ഇങ്ങനെ തൂക്കി ഒരു വലിയ കഴിമരത്തിൽ തൂക്കിയിടും, വേറൊന്നും ചെയ്യില്ല. വെയിലിട്ടും മഴയിട്ടും രാവും പകലും വ്യത്യാസമില്ലാതെ അയാൾ അവിടെ കിടക്കും. പ്രാണികൾ വന്ന് ഉപദ്രവിക്കും. പട്ടിന് കിടന്ന് അവിടെ കിടന്ന ആളെയും കൊണ്ടുവന്ന് മരിക്കണം. 100 കൊല്ലം മുമ്പൊക്കെ കേരളത്തിൽ നടന്ന ശിക്ഷാരീതിയാണ് ഈ ചിത്രവധം. പിന്നെയുമുണ്ട് ഭീകരമായ ചിത്രവധം. റോമിലൊക്കെ നടന്ന വധങ്ങളുടെ രീതി പറഞ്ഞാൽ ഭീകരമാണ്. മനുഷ്യനോട് കാട്ടിയ ഹീനകൃത്യങ്ങളുടെ ആഴം വളരെ വലുതാണ്. ഇത്തരം പരിസ്ഥിതികൾ നിൽക്കുക, ഇത് ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർ കൂടുതൽ ക്രൂരന്മാരായി. കാരണം അരക്ഷിതത്വ ബോധം. നിങ്ങൾക്കറിയണ്ടേ, ഒരു സ്ഥലത്തും ശിക്ഷ കൊണ്ടൊന്നും ആരും നന്നായ ചരിത്രമില്ല. അതാണ് സത്യം. ശിക്ഷ കൊണ്ടല്ല നന്നാവില്ല. കുട്ടിയെ തല്ലിയാലല്ല അവള് നന്നാകുന്നത്. അവനെ സ്നേഹിച്ചു നോക്കും, മാറുമെന്ന് പറയാം. എന്നിട്ടില്ല, ബാലശിക്ഷ അർഹിക്കുന്നുണ്ടാകാം, ഈ ക്രൂരത ആരും അർഹിക്കുന്നില്ല. അങ്ങനെ എത്ര ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ശിക്ഷ എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കാനാണെങ്കിൽ തെറ്റില്ല, പക്ഷെ ക്രൂരതയ്ക്ക് അത് വഴിമാറിക്കഴിഞ്ഞാൽ നന്നായി വരാനായിട്ട് കഴിയില്ല. നമ്മൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില മനുഷ്യാവകാശ ധ്വംസനങ്ങൾ കാണാം. ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ആളുകളെ നമ്മളിങ്ങനെ ആഘോഷിക്കാറുണ്ട്. എന്തെന്നാ അറിയില്ലേ? നിങ്ങൾ തോന്നുന്നുണ്ടോ, മനോരമ പത്രത്തിൽ ഒരാളെ കുറിച്ച് വാർത്ത വന്നാല് അയാൾ കുറ്റവാളിയാവില്ല. വേണ്ട, പോലീസ് പറഞ്ഞാൽ ഒരാൾ കുറ്റവാളി ആവില്ല. ആവോ? ചാനലിൽ ഫോട്ടോ വന്നാൽ കുറ്റവാളിയാവില്ല. കോടതി പ്രൂവ് ചെയ്യുന്നത് വരെ, കോടതിയിൽ പോയി പ്രൂവ് ചെയ്ത് വിധി വരുന്നത് വരെ ഇയാള് കുറ്റവാളിയാവില്ല.
ഇനി മറുവശം പറയാം. ചില നാൾക്കപ്പുറത്തൊരു വാർത്ത ഉണ്ട്. ആ വാർത്ത അല്പം വേദനാജനകമാണ്. ഒരു സ്ത്രീ, മലയാളിയല്ല, അവരുടെ 13 വയസ്സുള്ള ഒരു മകനെ പീഡിപ്പിച്ചു. ആ ഒരു പദം ഞാൻ ഉപയോഗിക്കാൻ തൽക്കാലം. അവരെ അറസ്റ്റ് ചെയ്തു, വട്ടക്കുള്ളകന്റെ ജയിലിലേക്ക് കൊണ്ടുപോകണം. അത്തരം കേസുകൾക്ക് പെട്ടെന്ന് ശിക്ഷ പറ്റുന്നുണ്ടോ? കുട്ടി മൊഴി കൊടുത്തു പറഞ്ഞിട്ട് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ്. കൊണ്ടുപോകുന്ന വേളയിൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എത്ര വൃത്തിയിട്ട. അവരിങ്ങനെ എഴുതി അവരെ വിട്ടൊരു 90 ദിവസം ജയിലിക്കണം. ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ ഈ ആളിന് വേണ്ടി കൃത്യം തെളിവുകൾ കൊടുത്ത് തെളിവെല്ലാം സ്വീകരിച്ച് കോടതിക്ക് മുമ്പിൽ കൊടുത്തില്ലേ അവർക്ക് ജാമ്യം കിട്ടും. അങ്ങനെയാണ് കൊടുക്കും. അറിയുന്നു ഈ കുട്ടി പിണങ്ങിക്കഴിഞ്ഞ അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയെ കുറിച്ച് വെറുതെ പറഞ്ഞ കഥയാണ്. കേസ് കിട്ടി. പ്രശ്നം അവിടെ ഇല്ല. ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ട മാനവും സ്വീകാര്യതയും ഏത് പത്രക്കാരൻ കൊടുക്കും? ആരാവർക്ക് തിരിച്ചു കൊടുക്കുക? ഇല്ലേ? ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. അതാണ് ചിലർ ഒരു കാര്യം കേൾക്കുമ്പോഴേ ചാടി വീഴുകയാണ്. എങ്ങനെ ഒരുത്തനെ ആക്രമിക്കാം? അവിടെയാണ് സുവിശേഷത്തിന്റെ ശക്തി. വ്രണിത ഹൃദയന്റെ ഉള്ളിൽ ഇടപെട്ട് സാന്ത്വനം പകരുന്ന ഒരു തൈലമാണ് സുവിശേഷം. ഏറ്റവും വ്യഥയിലൂടെ കടന്നു പോകുന്ന, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ആ നിരാശത്തെ ആലംബഹീനരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ആർക്കും വേണ്ടാത്തവനെ സ്വീകരിക്കുന്ന അതിശക്തമായ ആ സ്വീകാര്യതയുടെ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് ഈ കുറ്റം ചെയ്ത കുറ്റവാളിയുടെ കുറ്റം എഴുതിയിട്ട് ആ കുറ്റസംഗതി കൂടി തറച്ച് ക്രൂശിലൊരുത്തത് തറച്ചു കൊള്ളണം. ഇതാണ് റോമിലെ രീതി. ആൾ അടിമയാണ്, വഴിയോരത്ത് ക്രൂശിക്കണം. എന്തിന്? അതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്ക് മനസ്സിലാകണം, ഇവിടെ ഒരുത്തൻ ഇന്ന കുറ്റം ചെയ്തതുകൊണ്ട് ഭരണകൂടം ഇവനെ ക്രൂശിച്ചിരിക്കുന്നു. 10-70 പേരെ ഒന്നിച്ചാ ക്രൂശിക്കുന്നത്. അന്ന് വലിയൊരു അരങ്ങാണ്. ആളുകൾക്ക് വലിയൊരു സന്തോഷമായിട്ട് കാണാൻ. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ? ചിലപ്പോഴ് ഒരു കുറ്റവാളിയെ ശിക്ഷയ്ക്ക് വിധേയമാക്കുമ്പോ സെഷൻസ് കോടതി അവന് വധശിക്ഷ വിധിച്ചു. ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ വധശിക്ഷ റദ്ദ് ചെയ്ത് ജീവപര്യന്തമാക്കുന്നു. നമുക്ക് അസഹിഷ്ണുതയാ. എന്താ അസഹിഷ്ണുത എന്ന് അറിയണ്ടേ? അവന് കൊല്ലണമായിരുന്നു, ശിക്ഷ കുറഞ്ഞുപോയി. അങ്ങനെയൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കുക. പക്ഷെ ഇതൊരു മനുഷ്യനാണെന്ന് ഈ വിധിയിൽ പറയുന്ന ഈ ജഡ്ജിനുമുണ്ടല്ലോ മനുഷ്യത്വം. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതല്ല, തെളിവുകൾ അയാൾക്കെതിരെ ആയതാണെങ്കിലോ അയാളുടെ അന്തരക്കരണം ബാധിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് സത്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. അത് ഞാനൊരിക്കൽ ഒരു ഗുണ്ടാപ്പണി ചെയ്യുന്ന മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾ അതൊക്കെ നിർത്തി. അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയും. ഗുണ്ടാപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് ആരോടും വിരോധമില്ല, ഒരു ശത്രുക്കളെ ഇല്ല, എല്ലാവർക്കോടും കാര്യമാണ്. എന്താ കാരണം? എന്താ? അവനൊരാളെ ഫോട്ടോയെ കൊടുത്തിട്ട് പറയും ആൾ ഇന്നടത്തുണ്ട്, അടിച്ചിട്ട് പോരാ. നമ്മളിത് അടിയെല്ലാം കഴിഞ്ഞ് ചേട്ടാ എന്തിനാ അടിച്ചേക്ക? അതൊന്നും എനിക്കറിയില്ല. അവൻ ഇറങ്ങുന്നു, പെട്ടെന്ന് അവന്റെ ഉറക്കം ഇരിക്കുന്നു, അവൻ തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. അവനാ പറഞ്ഞ 10,000 ഉറുപ്പിക വാങ്ങുന്നു, പണി നല്ല വൃത്തിക്ക് ചെയ്യുന്നു, ചോദിക്കും കാല് വെട്ടണോ കൈ വെട്ടണോ, അതിനനുസരിച്ച് ചാർജ് ഉണ്ട്. ആ ചാർജ് വാങ്ങുന്നു, അവനുണ്ട് ജോലി ചെയ്യുന്നു. അവന് നമ്മളോടോ മക്കളോടോ ഒന്നും ഒരു കണക്കോ ഇല്ല. നല്ല മനുഷ്യൻ ജോലി ചെയ്തിട്ട് പോവാം. ഞാനീ പരിചയപ്പെട്ട മനുഷ്യനെ അയാള് വയ്യാതെ കിടക്കുക. അതായത് അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയണ്ടേ? ഇപ്പൊ ഇവിടെ ഒരു ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരുത്തരുണ്ടെങ്കിൽ അവൻ ഇവിടെ ഹീറോ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്കി വാങ്ങി കിട്ടുന്നത് കോഴിക്കോട് ഇല്ലുമ്പോഴേ അവിടെ വേറൊരു ഗുണ്ടയുണ്ട്, അവൻ ഇവനെ തീർക്കും. അങ്ങനെയാ. അത് ന്യൂട്ടന്റെ 3ാം ചലന നിയമം പോലെയാണ്. അത് അന്നേക്കറിയോ എന്തോന്നില്ല. തേർഡ് ലോ ഓഫ് മോഷൻസ് അല്ലേ? എന്തോ തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ഇവിടെ അല്ലെന്നേ ഉള്ളൂ. കോഴിക്കോട് വരെ ചെല്ലുമ്പോൾ അവന്റെ കാര്യം ഓക്കെയാണ്. അവിടെ ഇതിലും വലിയൊരു തെളിപ്പുണ്ട്. അത് ഇവർക്ക് അന്നേരം വലിയ തോന്നൽ വരുത്തില്ല. അങ്ങനെയാണ് എല്ലാ ഉണ്ടകളുടെയും ജീവിതം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പരിചയപ്പെട്ട ആ മനുഷ്യന്റെ അവസ്ഥ ഭാര്യ പറഞ്ഞു. അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, സാർ ഉറക്കമില്ല, രാത്രി അങ്ങ് അസ്വസ്ഥമാക്കുക, ഭക്ഷണം കൊടുത്താൽ വേണ്ട, ഇല്ലാത്തൊരു ഭീകരതയൊക്കെ, ഒന്ന് ഉറങ്ങിക്കിട്ടണം, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അയാളെ കയറി കിട്ടു പറഞ്ഞു, പോട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഉറക്കം കിട്ടും, ഒരു സുഖം കിട്ടും, നിങ്ങൾ റിലാക്സ് ചെയ്യും, ധൈര്യമായിട്ട് ചെയ്യും. അപ്പൊ താങ്കൾ പ്രാർത്ഥിച്ചു എനിക്ക് ഉറക്കം കിട്ടു.
അങ്ങോട്ട് കിട്ടും. ഉറപ്പാണോ? ഉറപ്പാ. അയ്യോ പ്രാർത്ഥിക്കും. ഈ ഉറക്കം വേണ്ട. അതിന്റെ ഉറക്കം വേണ്ടാത്ത പറയാം. മനുഷ്യൻ പറഞ്ഞാണേ ഇവിടെ മരിച്ചുപോയി പറയുന്നത്. ഞാനൊരു മനുഷ്യനെ ആക്രമിക്കാൻ ചെന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ തിരിച്ചു കഴിച്ചു. അടി കിട്ടും. ആക്രമിക്കാൻ ആഞ്ഞടുത്തം കൊണ്ട് ചെല്ലുകയാണ്. ആയുധം കൊണ്ട് ഇയാളൊരു കവർ ഉയർത്തി കാട്ടിട്ട് പറഞ്ഞു, കൊല്ലല്ലേ, അപ്പായ്ക്കുള്ള മരുന്ന്, കുഞ്ഞിനുള്ള ആഹാരം, ഇതൊന്നും കൊണ്ട് കൊടുത്തോട്ടെ. കൊല്ലല്ലേ. അതൊന്നും നോക്കിയ അടിച്ച് കാലിട്ടു, ചവിട്ടി നടു തളർത്തി. കുറെ നാൾ കഴിഞ്ഞ് ആട് മരിച്ചു. നേരിട്ട് അന്നത്തെ ആക്രമണം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ രക്ഷിക്കാൻ ആളുകളുണ്ടായിരുന്നു. ശിക്ഷയൊന്നും വന്നില്ല. പക്ഷെ ഇന്ന് ഈ പുള്ളി നടുവൊക്കെ തളർന്നു. നടു കിടന്ന് ഇയാളും കിടക്കുക. ആ കിടക്കി കിടക്കുമ്പോൾ അദ്ദേഹം പറയും, കണ്ണടയ്ക്കുമ്പോൾ ഈ മനുഷ്യൻ തൊട്ട് മുമ്പിൽ വരിക. എന്നിട്ട് ഈ കൈ നോക്കി കാണിച്ചു പറയുക, അപ്പായ്ക്കുള്ള മരുന്നാണ്, കുഞ്ഞിനുള്ള ആഹാരമാണ്. ഈ ശബ്ദം കേൾക്കാൻ വയ്യ. എനിക്ക് രാത്രിയെ ഭയമാണ്, പകലിനെ ഭയമാണ്. ഞാൻ ഇത്തരം പറഞ്ഞതേ, ഏതനർത്ഥത്തിൽ, ഏത് ക്രൂരതയ്ക്കും താങ്കളുടെ സ്വകാര്യതയിൽ മറുപടി പറയേണ്ട ഒറ്റപ്പെട്ടൊരു നിമിഷം വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രികൾ വരുന്നു. ചെയ്തതൊക്കെ നല്ലതാണേ. ആളുകൾ നിന്നെ കരുത്തനെന്ന് വിളിച്ചിട്ടുണ്ട്, ശക്തനെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ച മദ്യക്കുപ്പി തന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നെരിപ്പോട് പോൽ ഉരുകുന്നൊരു കുറ്റബോധത്തിന്റെ നീരിപ്പിടയുന്ന അനുഭവത്തില് ദാഹിക്കുന്നു ഒരു മനുഷ്യൻ. ഇതിനെ പറഞ്ഞേ, ഇത്തരം മനുഷ്യരാരെങ്കിലും ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നെങ്കിൽ വെച്ചൊഴിയണം ആയുധം. അനർത്ഥങ്ങളോട് വിട പറയണം. ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കരുത്. എല്ലാത്തരം അക്രമങ്ങളും വിട പറയണം. ഞങ്ങൾ ഇതാണ് രാജ്യത്തോടും ദേശത്തോടും പറയുന്നത്. അതിലെന്താണ് പരിഭവം? ഇത്തരം ആളുകളെ രക്ഷിക്കാൻ ലോകത്തിൽ ഏത് തത്വസംഹിതയ്ക്ക് കഴിയുക? ഇതിനൊരു മറുമരുന്ന് പറഞ്ഞു കൊടുക്കൂ. ഉള്ള ഉരുകുന്ന ഇത്തരം മനുഷ്യരെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവനെ മനുഷ്യരാക്കിയ അനുകമ്പയുടെ സന്ദേശം, അതാണ് സുവിശേഷം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഉള്ളത്തിൽ വ്യാപരിക്കുന്ന ആ ഇരുട്ടിന്റെ മുഴുവൻ അനുഭവങ്ങളെയും ദൂരീകരിച്ച് സാക്ഷാൽ വെളിച്ചമായവൻ ആനന്ദനിർഭരമായ ഒരു ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നവനായി ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ ശബ്ദം നിങ്ങൾ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നറിയവന്റെ ശബ്ദം നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചോ. ഈ പുത്രൻ ആര് വിശ്വസിക്കും? ഈ ദൈവത്തെ ആര് തങ്ങളെ ഏൽപ്പിക്കും? തീർച്ചയായും ഒരു കാര്യം ഉറപ്പാ, ഇടപെട്ട് നമ്മെ സൗഖ്യമാക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ആ മഹാസ്നേഹമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാണ് ക്രൂശുമരണം. ഒരു അല്പം കൂടെ ചരിത്രം ഒന്ന് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവന്റെ കയ്യിൽ ആണിയടിക്കുന്ന കഥ എങ്ങനെ ഇന്നലെ പറഞ്ഞു. ആ കൈകളിലെ അങ്ങ് തിരുത്തിക്കോണം. തിരുത്തിയോ? ഇപ്പൊ ചിലരൊക്കെ നമ്മൾ പറയും, ഞാനൊരു ദർശനം കണ്ടു കർത്താവിന്. അപ്പൊ ഞാൻ ഈ ഡീറ്റെയിൽ എടുക്കുമ്പോൾ ചോദിക്കില്ലോ, ആണിപ്പിടുത്തൊക്കെ കണ്ടോ? എവിടാന്ന് ഇരിക്കുമ്പോ ഇവിടാന്ന് പറയുമ്പോഴേ സംഗതി ഡ്യൂപ്ലിക്കേറ്റാ. മനസ്സിലായില്ലേ? അതെന്തോ ഹാലുസിനേഷനാണ്. ഇവർ ഉറങ്ങിപ്പോന്നാണ്ട് ഈ കലണ്ടർ ഓർമ്മ വന്നു. കലണ്ടറില്ലേ ആ സാധനം ഓർമ്മ വന്നു. അപ്പൊ ആ കലണ്ടറിൽ തന്നെ ഒത്തിരി അപകടമുണ്ട്. ഒന്ന്, രണ്ട് കൈയും കാലും കുറിച്ചവ കലണ്ടർ നമ്മൾ 4ാമതൊരാണി ഇട്ട് ചത്തൂട്ടുണ്ട്. 3 ആണി ഓൾറെഡി ഉണ്ട്. അതും പോരാന്ന് തോന്നിയിട്ട് 4ാമതൊരാണി അടിച്ച് ഇന്നത് വൃത്തിക്ക് അടിക്കുകയില്ല. അത് കാറ്റടിക്കുമ്പോൾ ഇവൻ കിടന്ന് ആടുക. എന്തൊരു ത്യാഗമാണ് നിങ്ങളൊന്ന് ആലോചിച്ച്. തുടങ്ങട്ടെ. അപ്പൊ ഇത് മനുഷ്യന്റെ മനസ്സിൽ ഇതിങ്ങനെ പടർന്നു കഴിഞ്ഞു. ഡാവിഞ്ചി വരച്ച ടീം അതിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തിരുത്തമാണ്. ആണി എവിടെയാണ്? ഞരമ്പ് കെട്ടുകളുടെ കൂടാണിത്. ഇങ്ങോട്ട് ആണി കുത്തിയെ വെക്കാൻ ബ്ലഡ് മുഴുവൻ പോയി കഴിഞ്ഞ് ഇങ്ങനെ തിരിക്കും, ലോക്കാവും.
അത് ഞാൻ അല്പം കഴിഞ്ഞൊന്നും പറയാം. ഭീകര മരണം തീർന്നില്ല. ചില വിശദീകരണം കൂടി പറയാം. ക്രൂശിക്കപ്പെട്ട മനുഷ്യനെ ക്രൂശിൽ നിന്ന് ഇറക്കി നിലത്തു കിടത്താൻ പാടില്ല, നിലത്ത് കുഴിയെടുത്ത് അടക്കാനും പാടില്ല. യേശുവിന്റെ കാര്യത്തിൽ നിയമം മാറി. ഞാൻ ക്രമേണ പറ്റുമെങ്കിൽ പറയാൻ സമയമുണ്ട്. ക്രൂശിക്കപ്പെട്ടവനെ അഗ്നിക്കിരയാക്കി ദഹിപ്പിച്ചു കളയരുത് ആ മൃതശരീരം. ക്രൂശിക്കപ്പെട്ടവനെ വെള്ളത്തിൽ ഒഴുക്കി അങ്ങനെയും നശിപ്പിക്കരുത്. പിന്നെന്ത് വേണം? ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. ക്രൂശിൽ കിടന്ന പകലത്തെ കനത്ത ചൂടും രാത്രിയിലെ തണുപ്പും അടിച്ച് ആ മൃതശരീരം വൃത്തിഹീനമാകണം. കാക്കകൾ കൊത്തിത്തിന്നാൻ, കഴുകന്മാർ പക്ഷികൾ കൊത്തിത്തിന്നാൻ അഴിയിൽ വരും. പറന്നു കളിക്കുന്ന പ്രാണികൾ ഈ മനുഷ്യന്റെ ഭൗതിക ശരീരം ഇങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും. കാക്കകൾ കൊത്തി താഴേക്കിടുന്ന മാംസത്തുണ്ടുകൾ ഭക്ഷിക്കാൻ നായ്ക്കൾ താഴെ വരും, നരിച്ചീറുകൾ പാഞ്ഞു വരും. ഏറ്റവും ഭീകരം. അതുകൊണ്ട് റോമൻ ചരിത്രം എഴുതിയ സ്ട്രാബോ എന്ന ഹിസ്റ്റോറിയൻ പറയുന്നു, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരവും ഹീനവുമായ മരണം അതത്രേ ക്രൂശുമരണം. ഞാൻ ഇതുപോലൊന്നും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഈ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചിറക്കുന്ന ആണിയുണ്ടല്ലോ, ആണിയടിക്കുന്ന ഞരമ്പുകെട്ടുകളൊക്കെ സ്തംഭിച്ചിട്ട് ശരീരത്തിലേക്ക് വേണ്ട രക്തപ്രവാഹം നഷ്ടപ്പെട്ട് ശരീരത്തിലേക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിച്ച വിശദീകരണം തരും. ശരീരത്തിലേക്ക് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ശേഖരിക്കപ്പെടും. ആ ശേഖരിക്കപ്പെട്ട് വെളുത്തു സുമുഖനായി സുന്ദരനായ മനുഷ്യനും കറുത്ത് കരിവാളിച്ചൊരു ഭീകര രൂപിയായി അവിടെ കിടക്കും. സെൻസേഷൻ നഷ്ടപ്പെടും. പക്ഷെ ആള് അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. അങ്ങനെ മരിക്കാതെ ക്രൂശിൽ 7 ദിവസം വരെ കോമാ സ്റ്റേജിൽ കിടന്ന ആളുകളുണ്ടെന്ന്. ആവശ്യമില്ല. കർത്താവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. കിരാതമാണ് ആ മരണം, ഭീകരമാണ് ആ മരണം. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ചരിത്രമായി. ഇനി ചില വിഷയങ്ങൾ ചേർത്ത് പറയണം. യേശു എന്നൊരാൾ ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് രക്ഷയില്ല. ചില ആളുകൾ പറഞ്ഞു യേശു ക്രൂശിക്കപ്പെട്ടിട്ടേ ഇല്ലെന്ന്. എന്ത് തെളിവാണ് നിരത്താനുള്ളതെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ തെളിവുകളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ബാലിശമായ ചില ചിന്തകൾക്കപ്പുറത്ത് ക്രൂശ് മരണം റദ്ദാക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒന്നും ഓരോ പക്കലില്ല. അങ്ങനെയുള്ളവരോട് അതുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾക്ക് ധാരാളം തെളിവുകളുണ്ട് തന്നെ. അത് ബൈബിളിന് പുറത്തും തെളിവുണ്ട്. യേശു ക്രിസ്തു എന്ന ഒരാളിനെ പറ്റി ബൈബിളിൽ മാത്രമല്ല പറയുക. റോമൻ ചരിത്രകാരനായ ജോസീഫസ് പറയുന്നുണ്ട്. യഹൂദ ചരിത്രകാരനായ ജോസീഫസിന്റെ ദ ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ്, യഹൂദന്മാരുടെ പുരാതനത്വങ്ങൾ ഇനിയുമുണ്ട്. ചരിത്ര പ്രസിദ്ധനായ ടാസിറ്റസ് എന്ന ചരിത്രകാരൻ, ലോകത്തറിയപ്പെടുന്ന നിരവധി അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബൈബിളിന് പുറത്തും ഇത്തരം വസ്തുതകളെ തെളിയിക്കാൻ ഭാഗത്തിന് ആവശ്യത്തിന് എവിഡൻസസ് ഉണ്ട്. ഇനി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇന്ന് മറ്റൊരു ഉദ്യമത്തിനാണ് ഒരുങ്ങുന്നത്. അതെന്താണ്? ന്യായമായ ഒരു ചോദ്യത്തിന് സമൂഹത്തിന് എന്നോട് ചോദിക്കാം. യേശു എന്നൊരാൾ ക്രൂശിൽ മരിച്ചു, ത്യാഗിയായ ഒരാൾ, അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരെ പടപൊരുതിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, അല്ലെങ്കിൽ മാന്യനും മഹാനുമായ ഒരു പ്രവാചകൻ. അതിനപ്പുറത്ത് നിങ്ങൾ എന്തുകൊണ്ട് യേശു എന്ന വ്യക്തിത്വത്തെ ദൈവപരിവേഷം കൊടുത്ത് ആരാധിക്കുന്നു? ഞങ്ങൾ പറയും, യേശു അത്ഭുതം ചെയ്തത് കൊണ്ടോ അടയാളങ്ങൾ ചെയ്തത് കൊണ്ടോ വീര്യപ്രവൃത്തികൾ നടത്തിയത് കൊണ്ടോ അല്ല ഞങ്ങൾ യേശുവിനെ ദൈവമായി കാണുന്നത്. എന്താണ് അതിന്റെ മാനദണ്ഡം? എങ്ങനെയാണ് ക്രൂശ് മരണം വിവക്ഷിക്കേണ്ടത്? മറ്റു ചില ആളുകൾ വീണ്ടും ചോദിക്കാറുണ്ട്. ഗെത്സമന തോട്ടത്തിൽ ഇരുന്ന് യേശു കരയുന്നു. ആ കരഞ്ഞ ക്രിസ്തുവിനെ ക്രൂശിൽ കൊണ്ടുവരുമ്പോൾ ക്രൂശിൽ കിടന്നും എലി എലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കരയുന്നു. ദൈവമെങ്കിൽ കരയുമോ? ദൈവമെങ്കിൽ മരിക്കുമോ? ദൈവമെങ്കിൽ ക്രൂശിക്കപ്പെടുമോ? തീർന്നില്ല. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമോ? ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക? അതൊരിക്കലും വിശ്വസനീയമായ കാര്യമല്ല എന്ന് യുക്തിയുടെ വസ്തുതകൾ നിരത്തി ചോദിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനപുരസരം പറയും, ഞങ്ങളുടെ ദൈവം ആരാണ്? സർവശക്തൻ.
സർവശക്തന് മനുഷ്യനാകാൻ ഒരു പ്രയാസവുമില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സർവശക്തന് മനുഷ്യനെന്നല്ല, അമീബയാകണമെങ്കിൽ ആകാൻ സാധിക്കണം. തിരിച്ചു പറയാം, അമീബയ്ക്ക് സർവശക്തനാകാൻ കഴിയില്ല, സർവശക്തൻ അമീബയാകാൻ കഴിയും. മനുഷ്യന് ദൈവമാകാൻ കഴിയില്ല, ദൈവത്തിന് മനുഷ്യനാകാനായിട്ട് സാധിക്കും. മനസ്സിലായി ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു സർവശക്തനെയാ പ്രസംഗിക്കുന്നതെങ്കിൽ അവൻ ഗോഡ് became man അല്ലെങ്കിൽ God manifested in flesh, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയാൻ ഞങ്ങളുടെ മുമ്പിൽ യുക്തിയുടെ ഇത്തരം ആധികാരികതയുണ്ട്. ഇനിയും മറ്റൊന്നുകൂടി. അങ്ങനെയെങ്കിൽ ഇതെന്തിനാ കരഞ്ഞ്, എന്തിനാ നിലവിളിച്ച്, സർവശക്തനൊക്കെ അല്ലേ എന്ന് ചോദിച്ചാലുള്ള ഉത്തരങ്ങളിലേക്ക് കിടക്കുക. കുമാരരെ, ഈ യേശുവിന്റെ കരച്ചിലടക്കം യേശു എന്തൊക്കെ ചെയ്യുമെന്ന് ഈ തിരുവെഴുത്തിന്റെ പഴയ നിയമ ഭാഗങ്ങളിൽ നല്ല ഭദ്രമായി വെച്ചിരുന്നു. യേശുവുമായി ബന്ധപ്പെട്ട നേരിട്ടും അല്ലാതെയുമുള്ള പ്രവചനങ്ങളും അതിന്റെ വിശദീകരണങ്ങളും എടുത്താൽ ഏതാണ്ട് 232 പ്രവചനങ്ങളുണ്ട്, പരോക്ഷവും പ്രത്യക്ഷമായി. അത് കൂടാനേ താമസം. ഇനി അവിടെ മുതൽ ഞാൻ ആരംഭിക്കുക. സ്ത്രീയുടെ സന്തതി എന്ന് വിവക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ യേശുവിനെ പരിചയപ്പെടുത്തി. ഉൽപ്പത്തി തീരുമ്പോഴേക്കും ഈ സ്ത്രീയുടെ സന്തതി എന്ന അഡ്രസ് കുറെ കൂടി വിശാലമാക്കിക്കൊണ്ട് യേശു ജനിക്കുന്ന ഗോത്രമെന്ന് പ്രവാചകൻ പറഞ്ഞു. യഹൂദ ഒരു ബാലസിംഹം, അവൻ പെൺസിംഹം പോലെ പതുങ്ങിക്കിടക്കും. ചെങ്കോൽ അവന്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് അവന്റെ പക്കൽ നിന്ന് നഷ്ടമാകയില്ല. അപ്പോൾ യേശു ജനിക്കുന്ന ഗോത്രമേത എന്ന് പറഞ്ഞു. വീണ്ടും ഒരു പ്രവാചകൻ സംഖ്യാപുസ്തകത്തിലൂടെ വന്നിട്ട് പറയുകയാണ്, യേശുവിന്റെ കുലം കുലക്കൊടി വ്യക്തമാക്കി, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അവൻ ഏദോമിന്റെ പാർശ്വങ്ങളെ തകർക്കും. വീണ്ടും മറ്റൊരു പ്രവാചകൻ വന്നിട്ട് യേശു ജനിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ആ സ്ഥലത്തിന്റെ പേര് എഫ്രാത്തയിലെ ബേദലഹേം. പ്രിയപ്പെട്ടവരെ, എന്ന പ്രമുഖങ്ങളായ 2 ബേദലഹേമുണ്ട്. ആ ബേദലഹേമിൽ നിന്ന് ഈ ബേദലഹേമിനെ തിരിച്ചറിയാൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. ബേദലഹേം എവിടുത്തേതാണ്? എഫ്രാത്തയിലെ ബേദലഹേമിൽ നിന്ന് ക്രിസ്തു ജനിക്കും. ഇനിയുമുണ്ട് വിശദീകരണം. യേശു ജനിക്കുന്ന എഫ്രാത്തയിലെ ബേദലഹേമിനെ കുറിച്ച് പറഞ്ഞത് യഹൂദ പട്ടണങ്ങളിലൊന്നാണ്. ഇനിയും മറ്റൊരു പ്രവചനം പ്രവാചക പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. അവിടുന്ന് സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും. ഇനിയും മറ്റൊരു പ്രവചനമുണ്ട്. ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ യേശുവിനെ വിളിച്ചു സ്ത്രീയുടെ സന്തതി. അത് യെശയ്യാവിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന വിലാസം ശക്തിപ്പെട്ടിട്ട് യെശയ്യാവ് പൂരിപ്പിച്ചു. അവൻ കേവലം ഒരു സ്ത്രീയുടെ സന്തതിയല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രവചനത്തിന്റെ വിശാലമായ നദി ഒഴുകി വരുന്നിടത്ത് കൈത്തോടുകൾ പോലെ 100,000 പ്രവചനങ്ങൾ ഒത്തുചേർന്ന് യേശു ക്രിസ്തു എന്ന യുഗപുരുഷനിൽ സമ്മേളിക്കുന്ന ഉജ്ജ്വലമായ കാഴ്ച കണ്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പറയും, അവിടുന്ന് പ്രവചനത്തിന്റെ പൊരുളാണ്. അവിടുന്ന് സർവസ്വവും കേന്ദ്രീകരിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഇമേജാണ്, പ്രതിബിംബമാണ്. ആ പ്രവചനം വീണ്ടും മുമ്പോട്ട് രൂപപ്പെട്ടു വരികയാണ്. ഇത്രയും പറഞ്ഞിട്ട് പിന്നെയും രേഖപ്പെടുത്തി, അവൻ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും, സ്വന്തം ജനത്താൽ അവൻ നിന്ദിതനായിത്തീരും, സ്വന്തം ജനം അവനെ തള്ളിക്കളയും. വീണ്ടും പറയാണ്, ആ തള്ളിക്കളയുമ്പോൾ ഒറ്റിക്കൊടുക്കുന്നവന് കിട്ടുന്നത് 30 വെള്ളി നാണയമാണ്. ആ വെള്ളി നാണയം കൊണ്ട് അഗതികൾക്ക് വേണ്ടി ഒരു ശ്മശാനം വാങ്ങിയതിന് രക്തനിലമെന്ന് അർത്ഥം വരും. ചുരുക്കി പറഞ്ഞാൽ, ഇന്നും യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിന്റെ മശിഹത്വം അംഗീകരിക്കാത്ത യഹൂദന്മാർ ഇന്നും തങ്ങളുടെ മതഗ്രന്ഥമായി കരുതുന്ന പഴയ നിയമം എന്നറിയപ്പെടുന്ന നമ്മൾ വിളിക്കുന്ന തോറ എന്നവർ വിളിക്കുന്ന തനാക്ക് എന്നല്ലെങ്കിൽ അവർ വിളിക്കുന്ന ഈ ഗ്രന്ഥം മുഴുവൻ യേശു ക്രിസ്തു എന്ന യുഗപുരുഷനെ കുറിച്ച് കൃത്യം എഴുതി വെച്ചു എന്ന് മാത്രമല്ല, യേശു പറഞ്ഞു, എന്നെ കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, എന്നെ കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കൃത്യം രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കുമ്പോൾ നിങ്ങൾക്കറിയണ്ടേ, മത്തായി തന്റെ സുവിശേഷത്തിൽ 37 ആവർത്തി പറയുന്നു, തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടതിന്, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന്. ചുരുക്കി പറഞ്ഞാൽ, യേശുവുമായി ബന്ധപ്പെട്ട 100 പ്രവചനങ്ങൾ കൃത്യം യേശു എന്ന ഒരു വ്യക്തിത്വത്തിൽ വന്ന് കേന്ദ്രീകരിച്ച് യേശുവിൽ നിവൃത്തീകരിക്കുന്ന മനോജ്വലമായ കാഴ്ച. ആ കൂടെ ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട്
ഇന്ന് വായിച്ച വചനത്തിലേക്ക് വരിക. ഒരു വ്യത്യസ്തയായ പയ്യൻ, നല്ല പയ്യനാണ്, നിരീശ്വരവാദിയാണ്. പക്ഷെ അവൻ നല്ലൊരു പയ്യനാണ്. സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് നിരീശ്വരനായി പോയിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും പരിഭവിക്കാറുമില്ല, പെടങ്ങാറുമില്ല. സംവാദത്തിനെതിരെ വരുന്ന ഒരു മനുഷ്യനോടും പരിഭവിക്കാറില്ല. മറ്റൊന്ന്, ഞാൻ മുൻകൈ എടുത്തല്ല ഇത് ചെയ്യുന്നത്. എന്നെ സംവാദത്തിന് വിളിക്കുന്ന ഇടത്താണ് നമ്മൾ ചെന്ന് നമ്മുടെ കാര്യം പറയുക. അങ്ങനെ അവിടെ എതിരിരിക്കുന്ന ആളുകളോടോ ഇവരോടൊന്നും യാതൊരു വിരോധമില്ല, നല്ല സൗഹൃദമുള്ളൂ. ഇനി എന്നെ ഏത് കണ്ണുകൊണ്ട് കണ്ടാലും അതിനകത്ത് ബുദ്ധിമുട്ടുമില്ല, അതിനകത്ത് പ്രയാസമില്ല. അതുകൊണ്ട് ഈ വന്ന പയ്യന്റെ അടുത്തും ഞാൻ ചോദിച്ചു, യേശു എന്തിനാ കരഞ്ഞെന്നൊക്കെ അയാൾ ചോദിച്ചു. ദൈവമാണെങ്കിൽ ഞാനതെല്ലാം മാറ്റി വെച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ഞാൻ നിങ്ങളെ ഒരു വേദഭാഗം വായിച്ചേൽപ്പിച്ച് ഇത് ആരെ കുറിച്ചെന്ന് പറയണം. ബൈബിളിൽ നിന്നൊരു ഭാഗം ഉണ്ടാക്കിയ ഇറ്റ് കൺസേണിംഗ് ടു ഹൂം, ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് അന്ന വായിച്ച വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. യെശയ്യാ 53 ഞാനതൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്നൊക്കെ എടുത്ത് ശ്രദ്ധിച്ചു കേൾക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖമറച്ചുകളെത്തക്ക അവൻ നിന്ദനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. എന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവിറ്റും നമ്മുടെ അകൃത്യ നിമിത്തം അവൻ തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരെയും ലംഘനവും പാപവും ദൈവം അവന്റെ മേൽ ചുമത്തി. എന്നാ 10ാം വാക്യത്തിലേക്ക് പറയും, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ ത്യാഗിയാല കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപനായ ഈ വാക്യം ആരെ നാം പറഞ്ഞു? ജീസസിന്റെ ഏത് നിമിഷം ക്രൂസിഫിക്ഷൻ നടക്കപ്പെടാം. ഇനി ഞാൻ അറിഞ്ഞത് ഈ വചനം യെശയ്യാവെന്ന് പറയുന്ന ആൾ എഴുതുമ്പോൾ യേശു ജനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 750 കൊല്ലം മുമ്പ് ഇതിന്റെ പേര് ആ പ്രവചനം. ഇങ്ങനെ വസ്തുത നിരത്തി നിങ്ങളൊരാൾക്ക് പ്രവാചകനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പൊ അംഗീകരിക്കുകയാണ്, നാളത്തേക്ക് വെക്കില്ല. നാളത്തേക്ക് ഞാൻ ഓരോരുത്തർ ജോഡി ഡ്രസ്സും ഒക്കെ ആയിട്ട് ചെന്നിട്ടാണ് പറഞ്ഞത്. സ്നാനം നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇപ്പം അങ്ങനെ മാറി കൊടുക്കാനായി സാധനം പറഞ്ഞു കഴിക്കില്ല. ചുമ്മാ അമിതം പറഞ്ഞിട്ട് കഴിയില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ നേരിട്ട് ഉത്തരം തരണം. അല്ലേലൂയ്യ. അതിന് പിണങ്ങോ അടിവെപ്പൊന്നും വേണ്ട. എന്ത് അവരൊരു ആശയം അടിയും ബഹളവും ഇല്ലാതെ മാന്യമായിട്ട് പറഞ്ഞൂടെ? അതിനുള്ള പക്വത ആർജിക്കണം. പോട്ടെ, എന്ത് പറഞ്ഞത് ഇവിടെ പ്രവാചകൻ പറയാണ്. ഈ യേശുവിന്റെ ക്രൂശിലെ കടീലും ഒക്കെ നമുക്ക് പറയാം. അതും പറയാം. എന്തെന്നാ യേശു പറഞ്ഞേ? എന്റെ ദൈവമേ നീ എന്നെ. അത് യേശുവിന്റെ സ്വന്തം വാക്കല്ല. യേശു ജനിക്കുന്നതിന്റെ 1100 പരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് രാജാവ് സങ്കീർത്തനം 22 അല്ലെങ്കിൽ കൃത്യം റഫറൻസ് പിടിച്ചു. അവിടെ പറയാ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് തീർന്നില്ല. എന്റെ അങ്കിക്കായി അവർ ചീറ്റിടും. യേശുവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളുടെ ഒരു മഹാപ്രവാഹം മുൻകൂട്ടി രേഖപ്പെടുത്തി വച്ചത്, തിരുവെഴുത്തിൽ കൃത്യം അടയാളപ്പെടുത്തിയത് പഠിച്ചു മനസ്സിലാക്കിയ അനുഭവം കൊണ്ടാ നമ്മൾ വിശ്വസിക്കുന്നത് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. യേശു ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. അവിടുന്ന് ദൈവപുത്രൻ. നമ്മുടെ ക്രൂശിലേക്ക് മടങ്ങി വരണം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരണം. അതായത് പ്രവാചകൻ ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? നമുക്ക് ചോദിക്കുക, സാർ ആരാണ് ഞങ്ങൾ? താങ്കളെ മനസ്സിലായി? യെശയ്യാ. അദ്ദേഹം പറയും, ഞാൻ ഒറ്റക്കല്ല. ഉൽപ്പത്തി മുതൽ മോശ മുതലായ സകല പ്രവാചകന്മാരും
ദാവീദ് മുതലായ സകല പ്രവാചകന്മാരും പഴയ നിയമം എഴുതി വെച്ച മുഴുവൻ ഇതുവരെയുള്ള ചിന്തകന്മാരും ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു, ഇതാ ഞങ്ങൾ കേൾപ്പിച്ചു. ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം, ആ കരം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ട് ഈ കരം എന്നൊരു പേര് മാറ്റി, പിന്നെ ഈ കരത്തിനൊരു പേരിട്ടു, അവനിളയ ദൈവോലയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന പോലെ അവന്റെ മുഖഭാഗ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. ഇത് ആത്മാവിൽ കണ്ട എഴുതിലാണ് ഈ കാഴ്ച യേശുവിനെ പറ്റി. ഇനി നമുക്ക് യേശുവിലേക്ക് വരാം. കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഒരു പെസഹയുടെ ആഘോഷവേളയിൽ യൂത യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന സന്ദർഭമൊക്കെ അറിയാം. ഈ ഘട്ടത്തിൽ തന്റെ വിടവാങ്ങലിനെ കുറിച്ച് സൂചിപ്പിച്ചു. നിർണയിച്ചതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. ഹല്ലേലൂയ. ഇവിടെ കൂടുതൽ അല്പം കടന്നു പറയണം. യേശുവിന് നിരവധി പേരുണ്ട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ഇമ്മാനുവേൽ, അങ്ങനെയൊക്കെ. പക്ഷെ യേശു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പേരുണ്ട്, സംശയിക്കണ്ട, മനുഷ്യപുത്രൻ. മനസ്സിലായോ? യേശു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. മാത്രല്ല, ഒരിക്കലും യേശുവിന്റെ ഇതില് ഒരു മനുഷ്യൻ വന്നിട്ട് വിളിച്ചു, നല്ലവനായ ഗുരു, അങ്ങനെ വിളിച്ചു. ദൈവം ഒഴികെ നല്ലവനാണ്. വേറൊരിക്കലും ഒരുത്തൻ വന്നിട്ട് വിളിച്ചു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ പ്രവൃത്തികളെ ചെയ്യാൻ ആർക്കും കഴിയില്ല. അല്ലേ? നമ്മളാണെങ്കിൽ ബാക്കി കേൾക്കാൻ ഇഷ്ടപ്പെടും. ബ്രദറെ, എവിടെ വെച്ചാ എന്റെ പ്രവൃത്തി കണ്ടേ? അത് പേരാമ്പ്ര ഒന്നും. അതിലും വലുത് ഞാൻ കുത്തിരിക്കട്ട മൈതാനി ചെയ്തിട്ടാണ്. അറിഞ്ഞാൽ ആ ഗുഡ് ന്യൂസ് കണ്ടെന്ന്. അല്ലെങ്കിൽ വീഡിയോ നോക്കിയാൽ മതി, നെറ്റിൽ കിട്ടുമോ? അങ്ങനല്ലേ നിങ്ങൾ? അതേ ചില അതുകൊണ്ടും മതിയാവാതെ പറയും. ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ, ഞാൻ ഒക്ലഹോമയിൽ വന്നിറങ്ങുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടില്ലേ? ശ്രമിക്കണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ വല്ലാതെ കുട്ടികൾ പറയില്ല, അപാര തള്ളായിരുന്നു. ഇങ്ങനെ 3 ടൈപ്പ് ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്ന്, മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടേൺ ചെയ്ത് വന്ന അച്ഛന്മാരാണ്. നമ്മുടെയൊക്കെ ബാല്യത്തിൽ കണ്ട് ഉപയോഗം അഭ്യാസികളാണ്. മൂന്നാമത്തെ ഞാൻ പിന്നെ പറയാം, ഒന്നാമത്തിലേക്ക് വരാം. നമ്മുടെയൊക്കെ ബാല്യത്തിൽ ഈ ചായക്കടയുടെ കിടത്തിരിക്കുമ്പോ ഈ മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വന്ന അച്ഛന്മാർ അവിടുത്തെ കഥകൾ പറയും. ഞാൻ കാശ്മീരിൽ ഒരു ഡിഗ്രിയുടെ തണുപ്പൊക്കെ പറഞ്ഞു, അതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തൊന്ന് പാകിസ്ഥാന്റെ ആളുകള് മിസൈൽ ഇങ്ങോട്ട് വർഷിക്കുക. അപ്പോൾ എന്റെ കൂടെ ഒരു വെട്രിവേലുണ്ട്. അവൻ പറഞ്ഞു, സാബ് ആ മിസൈൽ. ഞാൻ പറഞ്ഞു, വെട്രിവേൽ മാറി നിൽക്കൂ, ഞാൻ ഈ കൈ കൊണ്ട് ആ മിസൈൽ ഓരോന്നോരോന്ന് പിടിച്ചു. കുറെ നാളെ ഞങ്ങൾ അതുകൊണ്ട് കാപ്പി തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ഇതൊക്കെ ഓർക്കുക. ശരി, നേരാന്നാണ് നമ്മുടെ വിചാരം. ചിലരെ സഹിക്കാൻ ഭയങ്കര പാടാണ്. രണ്ടാമത്തെ കക്ഷികളുണ്ട്, ഈ അഭ്യാസികൾ. എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചോദിച്ചാണ്, സാറേ, ഈ തെറുപ്പുവാളിന് വെട്ടു വന്നാൽ തടയാൻ അറിയാമോ? ഈ എറിയുമ്പോ തെറുപ്പുവാളെന്നൊരു സാധനം ഉണ്ട്, അതിന് വെട്ടു വന്നാൽ തടയാൻ അറിയാമോ? ഇല്ല. അത്യാവശ്യം ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേ? എന്നാത് നേരം കിട്ടുന്നില്ല. ഈ തെറുപ്പുവാളി ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞുതരാം. തെറുപ്പുവാളിന് വെട്ടാൻ വന്നാൽ ഓലമടൽ കൊണ്ട് വിലങ്ങണം. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, കുഴപ്പമില്ല. ഇനി എവനേലും എന്നെ വെട്ടാൻ വന്നാൽ പറയും, നിക്ക്, ഞാൻ പോയി ഓലമടല് സംഘടിപ്പിച്ചുകൊണ്ട് പോരട്ടെ, കയറണമുണ്ട്. എനിക്കാണെങ്കിൽ കയറാനും പറ്റും. യു പ്ലീസ്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും.
ഞാനിത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആയോധന കലയുടെ ഒരു സവിശേഷത പറയുമ്പോൾ പറയുന്നൊരു കാര്യം തന്നെ, ഈ നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാരെ നേരിടാൻ വേണ്ടി നമ്മുടെ നാട്ടുരാജാക്കന്മാരെല്ലാം ഈ ആയോധന കല പഠിച്ച നല്ല പടയാളികളുണ്ടാവും. വലത്തൊടി ഇടത്ത് കാല് വെച്ചെന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയൊക്കെയാണ്. എന്നിട്ട് അതിന് കുറെ നിയമമുണ്ട്. ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച് എതിരാളിക്ക് ഇങ്ങനെ നേരെ വീഴണം. എന്നോട് പറഞ്ഞു, നമ്മൾ യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ എതിരാളി ഒന്നോ വണങ്ങോ? ഞാൻ പറഞ്ഞ നല്ല പരിപാടിയാണല്ലോ, കൊടുത്തിനെതിരെ നിൽക്കുന്നു, ഗുഡ് മോർണിംഗ് സാർ അവന് പെട്ടയ്ക്കൊന്ന് കൊടുക്കുന്നു. അതിന്റെ അർത്ഥം അതിന്റെ മോഡേൺ വേർഷൻ അങ്ങനെ. അച്ഛൻ എന്തുകൊണ്ട് വാദങ്ങളൊക്കെ സുഖമായിരിക്കുന്നു, സുഖമാണെന്ന് പറയാം. ഇരിക്കട്ടെ ഒന്നും മനസ്സിലായില്ലേ? ഇതൊക്കെ ഭയങ്കര പണ്ട് നമ്മുടെ രീതികൾ ഇങ്ങനെ ആയിരുന്നു. ഇതുപോലെ ഇങ്ങനെ അഭ്യാസന്റെ കഥ പറയാം. എതിരാളി വരുമ്പോൾ നമ്മൾ പണ്ട് ഇതുപോലെയൊക്കെ യുദ്ധം ചെയ്ത് വടിവാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. എതിരാളിയെ വണങ്ങി കൃത്യം ചിട്ടയെല്ലാം പഠിച്ചു. സാഹിബ് തോക്കെടുത്ത് കാച്ചി. 55 കറക്റ്റായിരുന്നു. ചുവടൊക്കെ കൃത്യമായിരുന്നു. അണുവിട തെറ്റാത്ത രാഹുകാലവും ഗുളികയൊക്കെ നോക്കിയാ ചവിട്ടിയ. പക്ഷെ ഇതെടുത്തങ്ങോട്ട് കാച്ചി. എന്റെ മുഴുവൻ അവന്റെ കയ്യിൽ തന്നു. ഞാൻ രാഘുലേശ്വരോട് ചോദിച്ചായിരുന്നു ഡിബേറ്റില്. അയാൾ ചിരിക്കുന്നുണ്ടോ? ഇതെങ്ങനെ പോയെന്ന് ചോദിച്ചാൽ, ആരായത് കൊടുത്ത്? ആരാ ഇതിന്റെ വിദേശിക്ക് കൊടുത്ത്? പഠിക്കണം. നമ്മളാരണ്ടാണോ? നമ്മളാരണ്ട? അതൊക്കെ ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മതി. പോട്ടെ. അപ്പൊ രണ്ടാമത്തെ ഇനത്തെ മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തേനും പറയാൻ തുടങ്ങുന്നത് ഭൂതത്തെ ഇളക്കുന്നു. എങ്ങനെ പറയുന്നറിയണ്ടേ? 7 ദിവസത്തെ പ്രാർത്ഥന. കേരളത്തിലെ കെട്ടികെട്ടിയ പല ദൈവദാസന്മാരെ ഉണ്ടാവണം. ഒരു വിടുതലില്ല. 7-ാം ദിവസം ഏഴയും പൂടിയും ചാരവും കൃതിയുമായ ഈ പാവപ്പെട്ട ഞാൻ, ഈ സാധുവായ ഞാൻ, എനിക്കറിയാൻ വയ്യ എന്നെ എങ്ങനെയാണ് ദൈവം പരിപാലിച്ച് ഒരു അത്ഭുത വിടുതൽ. ഇതൊന്നും എന്റെ മഹത്വത്തിന് പറഞ്ഞല്ല, ഫ്രീ ആയിട്ട് ദൈവത്തിന് ഒരു പുകഴ്ച. മനസ്സിലായോ? ഈ പണിയുടെ നിർത്തിക്കോണം. കാര്യമായിട്ട് പറയും. കോട്ടയത്ത് ഭൂതത്തിൽ നിർത്തി, ടെക്സാസിൽ അത്ഭുതം ചെയ്തു, അന്റാർട്ടിക്കയിൽ ഇങ്ങനെ ചെയ്തു. അതിൽ ഒരെണ്ണ പേര് ഇവിടെ ചെയ്താൽ മതി. എന്നുവെച്ചാൽ ഓരോ അതിർത്തിയും വരികയാണ് അല്ലേ? അതിന്റെ അർത്ഥം ഞാനവിടെ പോയി ഐസ്ക്രീം കഴിച്ചു, അപ്പൊ ഒന്ന് ബിരിയാണി കഴിച്ചു, അപ്പൊ കുഞ്ഞുങ്ങളെ കേട്ട് വിഷമിച്ചിരിക്കുക, ഇവിടെ വല്ലോ നടക്കുമോ? മനസ്സിലായില്ലേ? അപ്പൊ ആള് നടത്താൻ പോകും. പോട്ടെ. അപ്പോഴേ യേശു പഠിപ്പിച്ചു, യേശുവിനെ തന്നെ വിശദീകരിച്ചു കൊടുത്തു എന്നുള്ള മനുഷ്യപുത്രൻ. ഇതിന് മനുഷ്യപുത്രൻ. ഇതേ യേശു ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? നമ്മളാണെ പറയാം മനുഷ്യപുത്രൻ എന്ന് പറയും. എന്താ പറയുന്നത്? പത്രോസ് എന്താന്ന് പറയണ്ടേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതിന് മുമ്പ് ഒരുത്തരത് കണ്ടുപിടിച്ചായിരുന്നു. പത്രോസിനേക്കാൾ മുമ്പ്. ആരാന്നറിയട്ടെ? ഭൂതം ബാധിച്ചവൻ പറയാ, യേശുവേ മഹോന്നതനായ ദൈവപുത്ര. കർത്താവ് പറഞ്ഞു, മിണ്ട. നമ്മളാണ് പറയും, ആരാണേലും എന്നാ നല്ല കാര്യമില്ല പറഞ്ഞു, നടക്കട്ടെ. മിണ്ടലുണ്ട്. ആരെങ്കിലും യേശുവിനെ ദൈവപുത്ര എന്ന് വിളിച്ചാൽ കർത്താവ് പറയും അത്. അതേ പത്രോസ് അതേ കർത്താവിനെ കയറി യു ആർ ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ് എന്ന് വിളിച്ചപ്പോൾ മിണ്ടരെന്നല്ല പറഞ്ഞത്. മകനെ, ഇതൊരു വെളിപ്പാട്. ഇതെന്റെ സ്വർഗസ്ഥ പിതാവ് നിനക്ക് തന്നതാണ്. ആ വെളിപ്പാട് ഹൃദയത്തിലുള്ളവർക്ക് മാത്രമുള്ളതാ ദൈവപുത്രത്വം. അല്ലാത്തവരെങ്ങനെയും കണ്ടോ ദൈവപുത്രനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ പറയാ, ആ വെളിപ്പാടിൽ ഞാനൊരു ജനതയെ പടുത്തുയർത്തും, ഒരു സമൂഹത്തെ പടുത്തുയർത്തും. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനാവാത്ത എന്റെ സഭയുടെ നിർമ്മിതി ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ദൈവപുത്രൻ എന്ന വെളിപ്പാടില. എന്നാലും യേശു പരിചയപ്പെടുത്തും മനുഷ്യപുത്രൻ. എന്തിനായി പിശാചുകളൊക്കെ എങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞെന്നറിയാം? പറയാം. യേശു ഭൂമിയിലായിരുന്നപ്പോഴൊക്കെ പിശാചിനൊരു സംശയം, ശക്തനിക്കൊണ്ടേ തന്റെ തല തകർക്കാൻ ഒരാൾ വരുമെന്ന് കക്ഷി വേണ്ടിയിട്ടുണ്ട്. അതിനൊക്കെ അറിയാം.
യേശുവിനെ കണ്ടിട്ട് അതിന്റെ ഒരു ലക്ഷണമൊന്നും ഇല്ലതാനും, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇവൻ തന്നെ അല്ലേ എന്നൊരു തേക്കം. ഇത് വെച്ചൊരു വിളിയാണ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ആ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. യേശുവിന്റെ മറുപടി പറയണം, ശ്രദ്ധിക്കണം. എന്താ പറയണ്ടേ? പിശാചിന്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. പിശാചിന്റെ ചോദ്യത്തിൽ ദൈവപുത്രൻ, യേശുവിന്റെ ഉത്തരത്തിൽ മനുഷ്യൻ. മനസ്സിലായോ? മനുഷ്യനാണ്. മനുഷ്യനാകെ കണ്ടോ, സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് മനുഷ്യനായി കണ്ടോളാം. ഒരു കുഴപ്പമില്ല. ലോകം മുഴുവൻ മനുഷ്യനായി കണ്ടോ, ഒരു വിരോധമില്ല. പക്ഷെ വെളിപ്പാടുള്ളവൻ, ആ തികവുള്ളവൻ എന്നെ വിളിച്ചുകൊള്ളണം ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. ആ തികവുള്ളവർ ദൈവപുത്രൻ എന്ന് വിളിച്ചപ്പോൾ പരീശന്മാർ നാവടക്കാൻ വന്നപ്പോ പറയാ, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളാക്കുന്നൊരു കാലം വരുന്നുണ്ട്. എല്ലാ നാവും എല്ലാ മുഴങ്കാലും യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്ന ഒരു കാലം വരുമെന്ന് തിരുവെഴുത്ത് ഖണ്ഡിതമായി പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാണ് എന്നിട്ടും ഈ മനുഷ്യപുത്രൻ എന്ന് അറിയപ്പെട്ടോന്ന് അറിയണ്ടേ? ഈ യൂണിഫോമിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറെക്കാൾ അപകടകാരി മഫ്തിയിൽ വരുന്ന പോലീസ്. മനസ്സിലായില്ല? എന്നെ പിടിക്കാൻ ഒരു സംഘം പോലീസിന് വേണ്ടി നീ വെച്ചോ, യൂണിഫോം എല്ലാം ഉണ്ട്. കാരണമൊക്കെ പറ, സംഭവമൊക്കെ പറ. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ ഒന്നും അല്ല. അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്യാനുള്ള നിയമമൊക്കെ പാലിച്ചു. എനിക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഏറെ ഇല്ല. കാരണം നിയമം വെച്ച് പിടിക്കാൻ പറ്റും. ഞാന് പിടികൊടുക്കാതെ വഴങ്ങി മാറി പോയപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നൂറുകണക്കിന് നേതാക്കളും വേണ്ടപ്പെട്ടവരുള്ളപ്പോൾ ഇവർക്ക് എന്നെ തൊടാൻ കിട്ടില്ല. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു പിടിച്ചിട്ടു. അതിന് ഞാൻ പുറപ്പെട്ട നേരം മുതൽ മേൽ പോലൊരു മനുഷ്യൻ കൂടെ കൂടി, എന്റെ പിന്നാലൊക്കെ കൂടി ഇവിടെയും വന്നു സംസാരിച്ചു. അങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം, എന്റെ അറസ്റ്റ് കഴിയാതെ അയാൾ വിശ്രമിക്കുന്ന പ്രശ്നമില്ല. എന്നെ പിടിച്ചു പറ്റി. ആ നിർബന്ധമാണ് അയാളിൽ വ്യാപരിക്കുന്നത്, ആ ചിന്തയാണ് അയാളിൽ കിടക്കുന്നത്. അപ്പോൾ യേശു ജഡത്തിൽ വെളിപ്പെട്ടപ്പോ എന്തിനാ വന്നെന്ന് അറിയുന്നത്? ആ സിവിൽ ഡ്രസ്സിൽ വരാൻ കാരണം മനസ്സിലായോ? എന്റെ പിതാവായ ആദമിനെ തിന്മയുടെ വഴിയിലൂടെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ ആരമ്യ ശരീരമെടുത്ത് ഇരുട്ടിനോട് പടപൊരുതി എന്നേക്കുമുള്ള ജയം കൽപ്പിക്കാൻ ഇതാ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നോ, ജഡവും കൃപയിൽ സത്യവും നിറഞ്ഞവനായി ജഡമെടുത്ത് നിങ്ങൾക്കിടയിൽ പാർക്കുന്നു. ഇതാണ് സുവിശേഷം. ശ്രമിച്ചിരിക്കണം. മോനെ വെള്ളവും കുപ്പിയൊക്കെ അവിടെ കാണും, എവിടെയും പോയി. ഇപ്പൊ വെള്ളം കുടിച്ചില്ലെന്നൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ നിൽക്കുക. തീരാതെ അങ്ങോട്ടും പോവുകയാണ്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ സംസാരിക്കുന്നത് ഞാൻ കുടിക്കുന്നില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു ടെംപ്ടേഷൻ വരും. അവിടെ ലിസൺ ചെയ്യാം. ഞാൻ ഒരു പറഞ്ഞു വെച്ചേക്കുന്ന എന്നും വേണ്ടെന്നൊക്കെ. അവിടെ ഗത്സമണില്ല, കരഞ്ഞു വിഷണ്ണനായിരിക്കുന്ന യേശുവിനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളം വളഞ്ഞു. ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നീര് പിഴിഞ്ഞെടുക്കുന്ന ഇടം. മുന്തിരി നീര്, ഒലിവെണ്ണയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന ചക്കിട്ടിരിക്കുന്ന സ്ഥലം പ്രസ് ചെയ്ത് ഈ നീരുകൾ പുറത്തെടുത്ത് ഇത്തരത്തിലുള്ള തുരുത്തികളിൽ കെട്ടി വിൽക്കുന്ന വലിയ തോട്ടമാണ്. ആ തോട്ടം നമ്മൾ അറിയപ്പെടുന്ന മാർക്കോസിന്റെ ആണെന്ന, അവരുടെ കുടുംബത്തിന്റെ ആണെന്ന. അതിനടുത്ത മാർക്കോസിന്റെ വീട് ആ യെരുസലേം എന്ന് പറയുന്ന സ്ഥലമല്ല, അടുത്ത കിദ്രോൻ തോടിന്റെ കരയില. ഈ വിശാലമായ ഒലിമല അതിന്റെ മുകളിലാ, അതിനപ്പുറത്ത ബെഥാന്യ. ഇങ്ങനെ ജോഗ്രഫിക്കലി ഒക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. അവിടെ യേശു വരുന്ന പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ
ഈ വലിയ ആ തോട്ടം മുഴുവൻ വളഞ്ഞ് പഴുതുകളില്ലാത്ത വിധത്തിൽ അടച്ച് അറസ്റ്റ് ചെയ്യാൻ അരികിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഈ പന്തം കയ്യിലെന്തി, വെളിച്ചം കയ്യിൽ പിടിച്ച്, കുന്തം കയ്യിലെന്തി, സർവശക്തി സന്നാഹങ്ങളോട് ആയുധധാരികളായി വന്നിരിക്കുന്ന ആളുകളോടൊരു ചോദ്യമാണ്, നിങ്ങൾ ആരെ തിരഞ്ഞു വന്നു? മറുപടി നസ്രയനായ യേശു. ഈ പട്ടാളത്തെ കണ്ടപ്പോ ഈ ഒലിവുമലയുടെ മുകളിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞില്ല, അതിനപ്പുറത്താ ലാസറിന്റെ വീട്, തൊട്ട് താഴെ. അവിടെ കയറി പാത്തിരിക്കുന്ന ക്രിസ്തുവിനെ അല്ല നമ്മൾ പ്രസംഗിച്ചു. ഇത്രയും പട്ടാളം പറഞ്ഞപ്പോ അതുവഴി കയറി കുഞ്ഞെ ഞാൻ ഇവിടെ ഇല്ലെന്നൊന്ന് പറഞ്ഞാ അവിടെ ഇരിക്കുന്ന പെമ്പിള്ളേര് പറയും, ഇവിടെ ഒരാളെ വന്നിട്ടില്ല, പോകോ. ഇങ്ങനെ വിളിച്ചിരുന്നോ? ഭയപ്പെട്ടിരുന്നോ? നിങ്ങളിൽ പലരും കരഞ്ഞ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ഗെത്സമനെ നമ്പരപ്പെടുന്ന ക്രിസ്തുവിനെ വിമർശിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് പടയാളികളെ കണ്ടപ്പോൾ നെഞ്ചുപതറാതെ, നെഞ്ചുറപ്പോടെ, തന്റെ ഇടത്തോടെ അവരുടെ മുമ്പിൽ നിന്ന് അഭിമാനിയായ ക്രിസ്തുവിനെയാ ഞങ്ങൾ ഉയർത്തിക്കാണുന്ന. അറസ്റ്റ് കണ്ടിട്ടേ, കുരിശ് കണ്ടിട്ടേ പിന്തിരിഞ്ഞോടാതെ നീ ഇവരെ നിന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി പറയാ, അത് ഞാനാ. എന്നെ ബന്ധിക്കുക, കൂടെയുള്ളവരെ വിട്ടയക്കുക, കൂടെയുള്ളവരെ മരണത്തിന്റെ ആ കൊലക്കളത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് സ്വന്തം പ്രാണനെ രക്ഷിച്ച നന്ദി കെട്ടൊരു നേതാവല്ലിത്. സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നിട്ട് കൂടെയുള്ളവരെ നോക്കിട്ട് പറയാ, അവരെ തുടരുത്, അവരെ മാറ്റിക്കൊള്ളണം, നിങ്ങൾ മാറിപ്പോക്കോ, ഞാനാണ് നസ്രായനായ യേശു എന്ന് പറഞ്ഞ് അറസ്റ്റ് ഭരിച്ച് ആ രാത്രിയിൽ കടന്നുപോയ ക്രിസ്തു അതേ ശക്തിയോടെ, അതേ തേജസ്സോടെ ഈ രാത്രി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. നമ്മെ രക്ഷിക്കാൻ ഇതാ അറസ്റ്റ് ഭരിച്ചുകൊണ്ട് അവൻ കൃത്യമായി ഈ കോടതിക്കുള്ളിലേക്ക് വിചാരണ ചെയ്യപ്പെടാൻ കൊണ്ടുപോകും. മതകോടതി വിചാരണ ചെയ്യുന്നു. രണ്ട് കോടതിയാണ്, ഒന്ന് അന്നാസിന്റെ, മറ്റൊന്ന് കയ്യഫാമിന്റെ. പക്ഷെ പ്രശ്നം എന്താണെന്നല്ലേ, ഈ കോടതിക്ക് ഇത് ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പ് കിട്ടുന്നില്ല. കാരണം ഈ കോടതിക്ക് ക്രൂശ് മരണം വിധിക്കാൻ പറ്റില്ല. ന്യായപ്രമാണത്തിലെ 613 നിയമമുണ്ട്. ഈ നിയമം ഏതെങ്കിലും വെച്ച് വേണം ശിക്ഷിക്കാൻ. അവിടെ ക്രൂശ് മരണം ഇല്ലെന്ന് പറഞ്ഞതേ. കല്ലെറിഞ്ഞുള്ള കൊല പറ്റില്ല, തലയ്ക്ക് വെട്ടാനും പറ്റില്ല. കാരണം ഇതൊക്കെ മാരക കുറ്റത്തിന് കൊടുക്കുന്ന നമുക്ക് പറ്റില്ല. പക്ഷെ അവനെ ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അധികാരമുള്ള കോടതിയിൽ തന്നെ നേരെ വിട്ടു. ആർക്കാ വിട്ടെ? പീലാത്തോസ്. അയാൾ റോമക്കാരൻ, റോമൻ കോടതിയാണ് ഗവർണർ ഉള്ളപ്പോൾ തന്നെ അപ്പുറത്തൊരു രാജാവ്, ഒരു പ്രവിശ്യ ഭരിക്കുന്ന രാജാവ്. അയാളുടെ പേരാണ് ഹെരോദ. അയാളുടെ കുടുംബപ്പേരാണ്. ഇവര് തമ്മിൽ ആരാ വലിയവനെന്നുള്ള തർക്കം ഇതുവരെയും തീർന്നിട്ടില്ല. രാജാവാണോ വലുത്? തന്നില്ല. ഹെരോദാവും പിലാത്തോസും തമ്മിൽ വൈദികളായിരുന്നു. ഇത് കണ്ടേ ഉള്ള സംഗതിയാണ്. കണ്ടോന്നില്ല. ഇനി അടുത്ത കേട്ടാ നിങ്ങൾ അന്തർന്നു. ഈ പീലാത്തോസ് എന്ന് പറയുന്ന കക്ഷി നല്ല മദ്യപിക്കുന്ന പാർട്ടിയാണ്. മനസ്സിലായില്ലേ? ചില കക്ഷികളിലെ മദ്യപാനമൊന്നുമില്ല, ഹാൻസ് വെക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഗവർണർമാര് പണ്ടും ഈ ടൈപ്പ് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആശയം കിട്ടും. അതിങ്ങനെ ഇരിക്കുക. പണ്ടേ ഉണ്ട്, പണിയില്ലാത്ത ഇത്തരത്തിൽ ആളുകൾ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പിന്നെ ഇല്ലാത്ത സിനിക്കൂടെ മദ്യപാനി ഇങ്ങേരയിലേക്ക് കേസെടുത്തിട്ടു. പക്ഷെ നല്ല വിവരമുള്ള മനുഷ്യനാണ്, നിലവാരമുള്ള ആളുകളാണ്. ഇതൊന്നും കൊണ്ടുപോകാൻ എന്താ പ്രശ്നം? ഇത് അയ്യോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഈ മനുഷ്യനെ പറ്റി, ഇതൊന്നുമല്ല കേട്ടേക്കുന്നേ. ആളെ കൊണ്ടുവന്നോ? ഉണ്ടോ? കൊണ്ടുപോവാ. എന്താ വിഷയം? അതെല്ലാം കേട്ടപ്പോഴല്ല. അതിനിപ്പോ ക്രൂശിക്കാൻ ഒക്കില്ല, കൊല്ലാനും കൂടാ. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ പറ്റും. അതിനൊരു ശിക്ഷയുണ്ട്. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷയുടെ ഗൗരവം അല്ലേ? അങ്ങനെ ഒരുത്തൻ കോടതിയിൽ വിചിത്രമായ കേസുമട്ടി വന്നു. 6 കൊല്ലം മുമ്പ് അയൽക്കാരൻ അയാളെ കരടിന്ന് വിളിക്കുന്നു. വിചിത്രമായി കേസ് പോയിട്ട് കോടതി ചോദിച്ചു, ഇതെന്താ ഈ ഇത്രയും താമസിച്ചു? പറയാം, സാറേ സത്യത്തിൽ ഇന്നലെ ഞാനൊരു കരടിയെ കണ്ടേന്നു. എന്താ കേസ് എല്ലാം പയ്യത്?
ഇതുപോലെ ബാലിശമായ ചാർജ് യേശുവിനെ നേരെ വെച്ചു കൊടുക്കുക. ന്യായമില്ലാത്ത കാര്യം, ബാലിശം. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനും പറയാം. ഈ നമ്മുടെ കേസുമൊക്കെ കോടതി ചെന്ന അവർക്ക് പലരും പിടികിട്ടില്ല, പോലീസുകാർക്ക് തന്നെ പിടികിട്ടില്ല. നമ്മുടെ തന്നെ ഒരു കേസ് ഒരു സകല കഴിച്ചു, നല്ലൊരു മനുഷ്യനായിരുന്നു SHO. ഒരാൾ പറഞ്ഞു, സാറേ രണ്ട് ചർച്ചകൾ തമ്മിലുള്ള പ്രശ്നം, മനുഷ്യരല്ലേ, തർക്കം വരെ, അത് കുഴപ്പമില്ല, നിങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോ ഒരുത്തം പറഞ്ഞു, ഇത് പീച്ചി ഡിസ്ട്രിക്ട്, ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. പീച്ചി ഡിസ്ട്രിക്റ്റിൽ ഒരു സഭ ഉണ്ട് ഇവിടെ, അതിന്റെ ബൗണ്ടറി ഉണ്ട് ഇവിടെ, അപ്പോൾ അവിടെ കയറുന്നുണ്ട് ഇവിടെ, അപ്പൊ അവൻ വന്നിട്ടുണ്ട് ഇങ്ങനെ. ഞാൻ ഒത്തിരി പറയുന്നില്ല, അമ്മാർക്കറിയില്ല നമ്മുടെ കാര്യങ്ങൾ. അവിടെ ഒത്തിരിയേരം കേട്ടിട്ട് ഈ സർക്കിൾ പറഞ്ഞു എണ്ണിക്കാൻ. ഇയാളെന്തോ കുറച്ചേരം പറഞ്ഞു പീച്ചി ഡിസ്ട്രിക്റ്റോ, എന്നാടാ പീച്ചി ഡിസ്ട്രിക്റ്റ് ആയി. ഞാൻ ഓർത്ത് വിചാരിച്ചിട്ട് വിവരമുണ്ടോ, പീച്ചി ഡിസ്ട്രിക്റ്റ് എടുത്തോണ്ട് ഓടാൻ മാത്രം പറയും, വായിച്ച് കേൾപ്പിക്കാൻ. പുള്ളി പറയുന്നൊന്നും പിന്നെ പുള്ളി കേൾക്കുന്നില്ല, മര്യാദയ്ക്ക് കേസെടുത്ത. പീച്ചി ഡിസ്ട്രിക്റ്റ് എന്റെ പൊന്നു സൗകര്യമില്ല, നമ്മുടെ ഇണ്ടത്തുരുത്ത് സെന്റർ എന്നൊന്നും പറഞ്ഞ ആ പുള്ളിക്ക് പിടിയിട്ടുക. മനസ്സിലായില്ലേ? ഞാൻ ഇണ്ടത്തുരുത്ത് സെന്ററിലാന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ ഇരുന്നോളാൻ പറയും. പിടികിട്ടിയോ? ഇതാ പറഞ്ഞ് ജാതികളുടെ അരികിൽ വ്യവഹാരത്തിന് പോകണ്ടെന്ന് അവിടെ തീർക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ട്. അങ്ങനെ തീർക്കാൻ നമ്മൾ തീർക്കാൻ വേണ്ടി ഫിസിക്കവാസെ വിളിച്ചവരുടെ കുഴപ്പം പറയും. ഫിസിക്കവാസമാണ്ട് ക്ഷണിക്കണം. ഒരു ചർച്ച ഭയങ്കര പ്രശ്നം, നിസാര പ്രശ്നമാണ്. അപ്പൊ ഇവിടുത്തെ ലോക്കൽ ഭാഷ നോക്കിയിട്ട് തീർത്തില്ല. കൊച്ചു പയ്യനാണ്, അയാൾ അപ്പീൽ കോടതിയായ സെൻട്രൽ ഭാഷ വിളിച്ചു പുള്ളി. ഇദ്ദേഹത്തിന് തീരുമാനമില്ല ഇത് കാര്യത്തിൽ. തീരുമാനമില്ല, വലിയ പാടായി. പാട്ട് പാടുന്ന ഈ തവലക്കാരനുമായിട്ട് വേണമെങ്കിൽ തീരുമാനം വരികയാണ്. അവനിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് നിൽക്കുക, അടുത്തത് പാടാൻ നോക്കിയാൽ നിൽക്കുകയാണ്. ഇതുപോലെയാണ് ഈ സംഭവം. ഇതൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ മൈക്ക് എടുക്കുക, വീണ്ടും അടിച്ചു വിളിക്കും. പിന്നെ പാട്ട് നടക്കുകയില്ല. അതാ പിണങ്ങില്ല അവരോടൊന്നും. ഞാൻ തന്നെ മൈക്കാർ ഒരു തവണയെ പറയുള്ളൂ. പിന്നെ ജയിച്ചതായിരിക്കും പാടുന്നത്, കേൾക്കുന്നവന് ചിത്രമാടുന്നവന് ഇരിക്കും. ഒരു തവണ പറയും, പിന്നെ അങ്ങ് വിടും പോട്ടെ. ഈ പണി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റ പണിയാണ്. ഉണ്ടാണ് ഇവരോടൊന്നും വേണമെന്നില്ല, ആരോടും വേണമെന്നില്ല, പോട്ടെ. അപ്പോ ഒരു വീട്ടിലെ വിഷയമാണ്. ആ വീട്ടില് സഹോദരി പറഞ്ഞു, ഇവിടുത്തെ അച്ഛനാണ് ഇപ്പൊ പ്രാർത്ഥനയില്ല, ആരാധനയില്ല എന്നെല്ലാം പറഞ്ഞു പറയാം. ഞങ്ങളുടെ അച്ഛൻ ഇതൊക്കെ വിടേണ്ടതിനെ വിട്ട്, നിങ്ങളുടെ ഒരു ഭാഷയല്ല നമ്മുടെ, വിടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് പെടുവാൻ തക്കം ഇടയായി തീർന്നെങ്കിൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കം ഇടയായി തീരുകയുള്ളൂ. നമ്മളെല്ലാം ഈ പാസീവ് വോയിസില്ല സംസാരിക്കുന്നത്. ഓർപ്പെടുവാണെങ്കിൽ ഐക്യപ്പെടുവാൻ തക്കം ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ എന്തിനാവുക ഈ പാസീവ് വോയിസിൽ പോലും ഇരിക്കുന്ന എനിക്കെന്തും പിടികെട്ടില്ല. അയക്കപ്പെട്ടു, കൺവെൻഷൻ നടത്തപ്പെട്ടു, അപ്പൊ നടന്നു പറഞ്ഞാൽ പറ്റും. എന്തിനായി നടത്തപ്പെടുന്നത്, എന്തിനായി പോകപ്പെടുന്ന, അങ്ങ് പോയാൽ പോരെ. എന്തുകൊണ്ടാണ് ഈ വരുവാൻ തക്കമുള്ള ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്? വന്നാൽ പോരെ. ഞാനിവിടെ വന്നു. അതായി വെള്ളം കൂടെ കുടിക്കുന്ന ചെറുപ്പം കൊണ്ടുപോകണ്ടോ? ഇങ്ങനെ സംസാരം. അപ്പൊ സഹോദരി പറഞ്ഞു, വിടേണ്ടതിനെ വിട്ട്. അപ്പോൾ ഈ ചെന്നാഗീതം കേട്ടോണ്ട് വരിക. പുള്ളിക്കാരൻ പെട്ടെന്ന് നിർത്തി, രണ്ടുപേരും നിർത്തിയപ്പോ പുള്ളി പറഞ്ഞു, അച്ഛാ ഇവളെന്തോ പറഞ്ഞ്. അച്ഛാന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് സിന്ധുഭാഷം പറയുക അച്ഛൻ ഇവളെന്തോ പറഞ്ഞ്, വിടേണ്ടതിന് വിട്ട് ഞാൻ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ചിട്ട് ഈ വീട് വിടുതലുള്ളത്. കറക്റ്റാ. ഞാൻ വിടേണ്ടതിനെ വിട്ടില്ല, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാനത് വിടുതൽ കിട്ടിയനെ. പ്രശ്നം എന്തോ? അപ്പൊ ഈ സഹോദരി ആദ്യം പറഞ്ഞു അച്ഛാൻ പ്രാർത്ഥിക്കുകയില്ല. അപ്പൊ രണ്ടു പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞെ ഈ കാര്യമൊക്കെ മനസ്സിലായി, നീ പറഞ്ഞ കാര്യം. അപ്പോഴുണ്ട് ഇങ്ങനെ വന്നിട്ട് പറയാ, ഞാൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, ഈ കടയും കൂട്ടി ജോലിയും കഴിഞ്ഞ് കടയിൽ സാധനമെല്ലാം എടുത്ത് കൊടുത്ത് ഈ ചൂട് പിടിച്ച് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ചായ പോലും തരികയില്ല. അപ്പുറത്തേക്ക് പ്രാർത്ഥിക്കുക, സങ്കീർത്തനം വായിക്കാം, ഇരിക്കുക, മനുഷ്യൻ വരെ ഇരിക്കുക വെച്ചാൽ മതി. അപ്പൊ സന്ദർഭാഷ പറഞ്ഞോ, കുഞ്ഞു പറഞ്ഞ അതിന്റെ കാര്യമൊന്നും അറിയാം. ഒരു തീരുമാനമില്ല. കുറെ നേരം നിൽക്കുമ്പോൾ ഈ ലോക്കൽ പാസ് പറഞ്ഞു വെച്ചാൽ ഈ പോക്ക് പോയാൽ നമ്മുടെ നാട് കൂട്ടിയിടേണ്ടി വരും. പാസ് പറഞ്ഞ വസ്തുതയും പറഞ്ഞു. അപ്പൊ കുഞ്ഞു പറഞ്ഞതും കാര്യം, ഇവര് പറഞ്ഞതും കാര്യം. ഇങ്ങനെ നിന്നേലേ സെൻട്രൽ പാസ് ആകും.
നമ്മളതിന്റെ കാര്യം മനസ്സിലായി. വോട്ട് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല, പണി പഠിക്കണം. ആരോടും പണമില്ല. ഇത്തരം ആളായിരുന്നു പീലാത്തോസ്. ഇയാൾ കേസെടുത്തിട്ട് മക്കളത്ത് അടങ്ങിയിരുന്നത് ആ പരിപാടി നിർത്തിക്കണം, അല്ല കൂടോടെ കൊണ്ടുപോകും. അപ്പോൾ ഈ പീലാത്തോസ് എന്നെ വിളിച്ചിട്ട് എന്താ പ്രശ്നം? പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു 40 അടി പറഞ്ഞു, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അത്രയും ചെറിയ കുറ്റം ഇല്ലെന്നറിഞ്ഞിട്ട് അടിയാണ്. ആ കൂടെ ലിസ്റ്റിൽ പറയാത്ത ശിക്ഷ, അതായത് മുൻകിരീടം ഇതും വെച്ചിരിക്കുകയാണ്. നമ്മളതിലെ കുറ്റവാളിയെ കൊണ്ടുപോകുമ്പോ പോലീസ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പോ നമ്മളെന്തോ പറയുന്നത് ഉണ്ടോ, അവരെ പോലീസുകാരെത്തര രാജയിലല്ല, നമ്മൾ കയറി കൈവച്ചാൽ പണിയൊന്നും ആകും. അവനെ കയറി തല്ലാൻ നമുക്കൊന്നും പറ്റില്ല. രാജ്യം പറയുന്ന ശിക്ഷയെ കൊടുക്കാവും, വേറൊന്നും പറ്റില്ല. അതാണ് നിയമം. അതിനാ ഇത്രയും സംവിധാനം. ഈ മുൻകിരീടം ഒന്നും വ്യവസ്ഥയിലില്ല, ഇതെല്ലാം വെച്ചു. അപ്പോ കോടതി വാദം നടക്കുമ്പോൾ അടുത്ത ചോദ്യം, അവനെ ക്രൂശിക്കാൻ പദ്ധതി ഇല്ലെന്ന് അറിഞ്ഞപ്പോ പറഞ്ഞു, നിനക്കെതിരെ കോടതിക്കെതിരെ ഞങ്ങൾ കൈസെടുത്ത് പരാതി പറയും പീലാത്തോസ്, സ്ഥാനം ധരിക്കുമെന്നായപ്പോൾ പീലാത്തോസ് പറയുന്നു. നമ്മൾ യൂതന്മാർ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ കളി മാറും. ഇയാളെ പോലെ ഇടത്തോട്ട് വിടും, ആ വഴിക്ക് പോകും. അത്രേ ഉള്ളൂ. ഈ സ്ഥാനം നോമിനേറ്റഡാ, പിൻവലിച്ചാൽ തീർന്നു. പൊക്കോ. ഭയം നിമിത്തം അയാൾ അടുത്ത തന്ത്രം പറഞ്ഞു, എന്താ, ഞാൻ പകരം ഒരാളെ രക്ഷിക്കുന്ന പതിവുണ്ടല്ലോ, അതും വേണ്ട, ഞങ്ങൾ ആളെ കണ്ടുവച്ചിട്ടുണ്ട്, ബറബാസ്. പീലാത്തോസിന്റെ ഒരു ശ്രമവും വിജയിക്കാതെ വന്നപ്പോ ആക്ച്വലി ഇവന്റെ പേരിൽ ഒരുത്തം പറയാൻ തുടങ്ങി, അതേ ഇവൻ കൈസർക്ക് നികുതി കൊടുക്കരുത് എന്ന് പ്രസംഗിച്ചു എന്ന് പറയുകയും വക്കീൽ പറഞ്ഞു, അങ്ങനെ പറയില്ല, കഴിഞ്ഞ ആഴ്ച കൊണ്ട് നികുതി അടച്ച രസീത് കൈ കാണും, പത്രോസ് ഇവനും വേണ്ടി ചതുർദ്രഹ്മപ്പണം, അതുകൊണ്ടെന്നാ നിനക്ക് പണി കിട്ടും, അത് വിടുക. പിന്നെന്താ വിഷയം? അപ്പൊ ഒരു വിദ്വാൻ വന്നപ്പോ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ പള്ളി പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞു, അവിടെ നിൽക്കും. കോടതി പറയാം, ഞങ്ങൾ പൊളിച്ചിട്ട് അവൻ പണിയോന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറയത്തില്ല, വേണ്ട, ഇതൊന്നും പെട്ടണ്ട. വിദഗ്ധരായ വക്കീലന്മാരെ കൂടെ നിൽക്കുക. ഒത്തിരി വിദഗ്ധരാകരുത്, അത് വേറെ കാര്യം. അതിലും ഒരു സംഭവം പറയാം, വല്ലാതെ ബുദ്ധിയാവില്ല. എന്റെ കാര്യം പറഞ്ഞത്, ഒരിക്കലെടുത്ത കോടതി ഗതി പലതും പറഞ്ഞിട്ട് ഒക്കുന്നില്ല, ഇയാൾ പഠിപ്പിച്ചിട്ട് ഒക്കുന്നില്ല. അപ്പൊ വക്കീൽ പറഞ്ഞു, നീ കാര്യം ചെയ്യും, നിന്നോട് എന്ത് ചോദിച്ചാൽ നീ എന്നാ ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഭാര്യ കേട്ടെന്നു. ഇയാൾ എന്ത് ചോദിച്ചാലും കോടതി ചോദിക്കും, പേരെന്നതിന് ഇങ്ങനെ കാണിക്കും. പറഞ്ഞ് കാശി വക്കീൽ പറഞ്ഞു, സാർ ഇതാ ഇവന്റെ അതെനിക്കൊന്നും ബോധനങ്ങളുണ്ട്. ജഡ്ജിക്കത് ബോധ്യപ്പെട്ടു. കാരണം അത്ര നല്ലതായിട്ട് ഇയാൾ പെർഫോം ചെയ്തു. അപ്പോൾ പറഞ്ഞ് കേസ് വിജയിച്ച സന്തോഷത്തോടെ ഒരുമിച്ച് ചായ കുടിച്ച് പിരിയാൻ നേരം വക്കീൽ വീസി കളിച്ചു, അന്നേരവും കാണിച്ചു ഞങ്ങൾ ഒത്തിരി മിടുക്കനായല്ല. അതാ പറഞ്ഞു, ഒരു ന്യായമായിട്ടൊക്കെ മതി. അതിലാണ് ഇതുപോലെ യേശുവിനെതിരെ മൊഴിവെടുക്കാൻ വന്ന കക്ഷികള് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, പറയാൻ വേണ്ടി നിൽക്കുക, ആലോചിക്കുക. അവസാനം ഒരു വിദ്വം പറഞ്ഞു, ഇവൻ രാജാവ് എന്ന് പറഞ്ഞു. അതൊരൽപ്പം ഗൗരവമുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ഗ്രാവിറ്റി ഉള്ള ഒരാരോപണമാണ്. അപ്പോൾ പീലാത്തോസ് നേരിട്ട് ചോദിക്കാൻ പോവാ. ഞാൻ ആ രംഗം ഇങ്ങനെ അഭിമാനത്തോട് നോക്കും. കോടതിക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യന്റെ അരികിൽ, കർത്താവിന്റെ അരികിൽ കോടതി പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുക. അവിടെ രാജാവല്ലെന്ന് പറഞ്ഞാൽ മതി. രാജാവല്ലെന്ന് പറഞ്ഞാൽ ശിക്ഷ അടത്തി ഇത് അന്നേരം തുണിയാക. നമ്മുടെ വേണമെങ്കിൽ പറയും, നീ രാജാവ് തന്നെയെന്ന് വെച്ചാൽ നമ്മളമ്മ എന്ന് പറയും, അച്ഛാ അതെ ഞാൻ രാജാവാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അച്ഛൻ ഉദ്ദേശമില്ല, അങ്ങനെ അച്ഛൻ തന്നെയാ രാജാവ്. എന്തൊരു രാജകലയാ അച്ഛൻ. അച്ഛൻ കുടുംബമായിട്ടേ രാജാവായിരുന്നു. അച്ഛാ
ആ മുഖകാന്തി ഭയങ്കരമാണ്. ഈ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും അല്ല ഈ പുകഴ്ത്തുന്നവരെ വലിയ ഇഷ്ടമാണ്. അവർ കുറച്ചു നേരം കേട്ടേച്ചു പറയും, ആ ഈ പാവം മനുഷ്യനെ പറ്റിയാണ്, ആ പോക്കോ. പുരുഷന്മാരും അന്നേരം റദ്ദാണ്, മറ്റന്മാര് പിരിഞ്ഞു പോകും, കാരണം ഇവിടെ തെളിയിക്കപ്പെട്ടു അല്ലെന്ന് പറഞ്ഞു. പക്ഷെ യേശുവിന് പറഞ്ഞു, അതുകൊണ്ട് റോമൻ കോടതിക്കുള്ളിൽ യേശുവിനെ നിർത്തിയിട്ടൊരു ചോദ്യം. എന്താ ചോദിക്കുക? പിലാത്തോസിന്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കാം. ഓ യേശുസ് നാസറൻ, അല്ലയോ നസ്രയനായ യേശു, നീ രാജാവാണ്. യേശു ആ പിലാത്തോസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഓ പിലാത്തോസ്, നീ പിലാത്തോസ്, ഞാനാകുന്നു പിലാത്തോസ്, ഞാനാണ് രാജാവ്. ഹല്ലേലൂയ. ദിഗന്ധങ്ങൾ നടുങ്ങുന്ന ആ ശബ്ദം അങ്ങോട്ട് പുറപ്പെട്ടു. ഇന്നും ആ ശബ്ദത്തിന് യാതൊരുവിധ ഉടച്ചിലും വാട്ടവുമില്ല. ഇതാ ദർശനം കാണുമ്പോൾ വെളിപ്പാട് ഗ്രന്ഥകാരൻ പറയുക, രാജാതി രാജാവും കർത്താതി കർത്താവും എന്നെഴുതിയ നാമം ഞാൻ അവന്റെ ഉടുപ്പിന്മേൽ കണ്ടു. എടുത്തോളൂ, പിന്നെ ഈ വസ്തുത പറഞ്ഞ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ ഈ സംഭവം ഇതാ പുറയിലെങ്ങാനും കൊണ്ട് വെച്ച ഒരു ശല്യം തീർന്നു കിട്ടിയാണ്. ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? അത് ഇങ്ങോട്ട് പോലും അന്നേരം ഈ പ്രായമുള്ള മനുഷ്യനാണ് പിള്ളേരെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അലസ്വതയോടെ ഈ കാര്യത്തൊന്നും കൈകാര്യം ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മലയാളം മനസ്സിലാവില്ലേ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നു പോകും, ശ്രദ്ധിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താ പറഞ്ഞേ? രാജാതി രാജാവും കർത്താതി കർത്താവും. പ്രാർത്ഥനയോടിരുന്നട്ടെ. മനുഷ്യനെ ക്രൂശിക്കപ്പെട്ട ഗത്യന്തരമില്ലാതെ ഇല്ലാത്ത സ്വന്നൂടെ ചോദിച്ചു, ലാസ്റ്റ് അറ്റംപ്റ്റ്, നിന്നെ വെറുതെ വിടാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. നിനക്കറിയില്ലേ? യേശുവിന്റെ മറുപടി അഭ്യർത്ഥിക്കുന്ന ഇങ്ങട വച്ചേ, മുകളിൽ നിന്ന് കിട്ടിയില്ലേ നിനക്കെന്ത് അധികാരം? ഇങ്ങനെ കോടതിക്കുള്ളിൽ അടിപതറാതെ നേരെ നിന്ന് കൃത്യം പ്രഖ്യാപിച്ച ചങ്കുറപ്പിന്റെ കരുത്തിന്റെ പേരാ യേശു ക്രിസ്തു. നിങ്ങൾ തല്ലുമ്പോൾ, അടിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുമ്പോഴും അധികാരവർഗത്തിന്റെ മരണഭീതി വിതച്ചുള്ള ഇത്തരം ഇടപെടൽ കണ്ട് തലകുനിക്കാതെ അവിടെ നിന്ന് എന്തുകൊണ്ടാന്ന് അറിയണ്ടേ? മരണഭീതി ഒഴിഞ്ഞു പോകുന്ന മഹത്തരമായ നാമമാ ആ നാമം. എല്ലാ പരാജയ ഭീതിയും തീർക്കുന്ന ജയകരമായ നാമമാ ആ നാമം. അതുകൊണ്ട് ഇന്ന് രാത്രി മരണഭീതിയുള്ള, ആത്മഹത്യാ ബോധമുള്ള, പരാജയ ബോധമുള്ള ജീവിതങ്ങൾക്ക് യേശുവെന്ന യുഗപുരുഷൻ പുത്തൻ വിടുതലാകട്ടെ, പുത്തൻ അനുഭവമായി തീരട്ടെ, പുതിയ പ്രചോദനമാകട്ടെ. യേശുവിന്റെ നാമം നമ്മുടെ മധ്യ ചെയ്യപ്പെട്ടെ. ഹല്ലേലൂയ. സൂക്ഷിക്കാമോ? കൂച്ചെടുക്കുന്ന ലംഘം വരെ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമുക്കതിനെ ഇങ്ങനെ സമാപിപ്പിക്കാം. ഇടത്തേക്ക് ചെന്നു, ക്രൂശിച്ചു, ക്രൂശിക്കപ്പെട്ടവൻ ആ ക്രൂശ് വേദന കടിച്ച് മർത്തി കിടക്കുന്നു. ക്രൂശിനൊരു മേലെടുത്ത് കാണാം, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. രണ്ട് കള്ളന്മാർ, ആക്ച്വലി കള്ളന്മാരല്ല, തീവ്രവാദികളാണ്. മോഷ്ടാക്കൾക്കൊന്നും കുറിച്ചുമരുന്നില്ല. പരിഭാഷയിൽ വന്നാണ് അങ്ങനെ ആ വ്യത്യാസം. തീവ്രവാദികളായ രണ്ടുപേരവിടെ കിടക്കുക. അവരുടെ കുറ്റസംഗതിയുണ്ട്. അതിൽ ഒരുത്തൻ പറയാ, പണ്ടേ യേശു വിധലോകത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ തുടങ്ങിയതിന്റെ അന്നൊരു ചോദ്യമില്ലേ? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. ഇതേ ചോദ്യം ഒടുക്കം യേശു പ്രാണനെ വിടുന്നതിന്റെ തൊട്ടു മുമ്പ് കേട്ടു. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിന്നെ രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. അപ്പൊ രക്ഷയെ കുറിച്ച് അവന്റെ ചിന്ത എന്താണെന്ന് അറിയുന്നത്? ക്രൂശ് ഒഴിഞ്ഞു പോകണം, അതാ അവന്റെ രക്ഷ. ഇങ്ങനൊരു സുവിശേഷം കേട്ടാൽ അത് ദൈവീകമല്ലെന്ന് മനസ്സിലാക്കണം.
ക്രൂശ് ഒഴിയുന്നതല്ല, ക്രൂശിനെ സ്ഥാപിക്കുന്നതാണ് സുവിശേഷം, ക്രൂശിക്കപ്പെടുന്നതാണ് സുവിശേഷം, ത്യാഗം അനുഷ്ഠിക്കുന്നതാണ് സുവിശേഷം. ഈ ലോക മഹാരഥന്മാരൊക്കെ വന്ന് ജീവിതത്തിന്റെ സുഖലോലുപതയില് അഭിരമിക്കാൻ തയ്യാറായി വന്നപ്പോൾ സ്വർഗീയ മഹിമല വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവൻ മരണത്തിന്റെ മാരക ശിക്ഷ ഏറ്റുവാങ്ങാൻ സ്വന്തം ജീവിതം പകരം അങ്ങോട്ട് കൊടുത്ത അനുഭവമാണ് ക്രൂശെങ്കിൽ ക്രൂശിക്കപ്പെടാൻ വേണ്ടി തയ്യാറായി വന്നവനെ നോക്കി അടുത്ത് കിടക്കുന്ന ക്രൂശിതൻ പറയുക, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. എന്താണെന്നറിയാം എന്റെ അവൻ എങ്ങനെ പറയാൻ കാരണം, അവനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഭൂമിയിലെ ജീവിതമല്ല പ്രധാനം. കണ്ടു മനസ്സിലാക്കി, വേണമെങ്കിൽ രക്ഷപ്പെടാമെന്നിരുന്നിട്ടും രക്ഷപ്പെടാതില്ല. അവൻ ക്രൂശ് ഏറ്റെടുത്തപ്പോൾ അവന്റെ പ്രസംഗം ശരിയാ, അവന്റെ വാക്ക് ശരിയാ. അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, നിർണയിച്ചതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, ദൈവത്തിന്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെയെങ്കിൽ അവൻ ക്രൂശിക്കപ്പെട്ടെങ്കിൽ അവൻ മരിക്കും, മരിച്ചെങ്കിൽ ഒന്ന് ഉറപ്പ്, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ഉറപ്പ് കൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടതെങ്കിൽ നിന്റെ രാജ്യത്തിൽ അടിയനെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസിൽ. അതൊക്കെ മരിച്ചു, കിടക്കപ്പെട്ടു, മരിച്ചു, ക്രൂശിൽ കിടക്കാം. ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നം, കാവൽക്കാരൊക്കെ അവിടെ ഉണ്ട്, മതം നടപ്പിലാക്കിയിട്ട് വരെ പോകും, അതുവരെ അത് ചൂടണം. ആ കൂടെ നമ്മുടെ അടിമത്തിലെ ദിവസം നമ്മുടെ നിക്കോദിമോസ് കാഴ്ചപ്പെട്ടു. ഇവര് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിരുന്നു. എന്താ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പരസ്യമായി വരാൻ കഴിയില്ല, ഉള്ളത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ ചൈതന്യം. ഇങ്ങനെ ഇന്ന് ലോകത്ത് അനവധി ആളുകളുണ്ട്. അറബി ദേശത്ത് നിരവധി അറബികളുണ്ട്, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥനകൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിൽ അനവധി ബ്രാഹ്മൺസ് ഉണ്ട്. രംഗത്ത് വരാൻ കഴിയാത്ത ഒത്തിരി അവസ്ഥാവിശേഷങ്ങളിലൂടെ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുക. അത്തരം പരിസ്ഥിതിയിൽ കാണാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയുള്ള രണ്ട് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, രഹസ്യ അനുഗാമികൾ, രഹസ്യ ശിഷ്യന്മാർ ജീവനുണ്ടായിരുന്നു. നല്ല ധനാഢ്യത. ഒരാൾ നിക്കോദിമോസ്, മറ്റേ ആളൊരു ബഹുസമ്പന്നനാണ്. ഈ രണ്ടുപേരുടെ അതിന് മുമ്പ് ഒരു സംഘം ജൂതന്മാര് ചെന്നു. എന്തിനാണെന്നറിയട്ടെ, യേശുവിനെ ക്രൂശിച്ച ആ സ്ഥലത്തൊരു അപമാനിക്കപ്പെടുന്ന ബോർഡ്, നസറേയനായ യേശു യൂദന്മാരുടെ രാജാവ്. അവർക്കൊരു നാണക്കേട്, ഞങ്ങളുടെ രാജാവ് ഇതാന്ന് പറയാൻ ഒരു മടി. അതുകൊണ്ട് ഇതൊന്ന് തിരുത്തണം. അത് തിരുത്താനുള്ളപ്പോ ഇത്ര എഴുതിയാൽ മതി, ലഗൈ എന്ന് ഗ്രീക്കിൽ എഴുതിയാൽ മതി എന്ന് ഇവൻ പറഞ്ഞു. പീലാത്തോസിന്റെ അടുത്ത് വരാൻ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ടാകും. എന്താ, ആ എഴുതിയ ബോർഡിൽ നമുക്കൊരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് ഇവൻ പറഞ്ഞത്. പെയിന്റും പാട്ടൊക്കെ കേട്ട ആൾ നിൽക്കൊണ്ട് ഒറ്റ ഉത്തരവ് ഞങ്ങൾ എഴുതി വെച്ച് കയറും, ലഗൈ എന്നൊന്ന് എഴുതും. ദാറ്റ്സ് ഓൾ. എത്ര എഴുതണം? 4 അക്ഷരം. ലഗൈ. എഴുതണമെന്ന് പറഞ്ഞ ആളിന്റെ മുഖത്തേക്ക് നിന്നിട്ട് പറഞ്ഞേ, ഹോ ഗിഗരാ ഹോ ഗിഗരാ ഹൈ ഹോ ഗിഗരാ ഹോ ഗിഗരാ ഹൈ എന്ന് വെച്ചാൽ എഴുതിയത്. ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ. അവൻ നിലപാടുള്ള ആളാണ്, അങ്ങനെ മാറ്റി മാറ്റി എഴുതത്തൊന്നുമില്ല. എഴുതിയതേ ചേട്ടന്മാരി മുട്ടട്ടെ. നിശപ്പെട്ടു പോകുമ്പോഴാ ഈ രണ്ടുപേരും ഇതിലും വലിയൊരു ആവശ്യമായിട്ടാണ് എഴുതി നടക്കില്ല. അപ്പൊ ഇവര് പോകുന്ന കണ്ട് ഈ യഹൂദന്മാരെ കൂടെ ചെല്ലുമ്പോൾ ഇവര് പറയാ, ഒരാവശ്യം പറയൂ. ആ ശരീരം കഴുകന് വിട്ടുകൊടുക്കാതെ, കാക്കയ്ക്ക് വിട്ടുകൊടുക്കാതെ, കുറുക്കന്മാർക്ക് അടിച്ചു പഠിച്ചില്ലാതെ ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ സ്വീകരിച്ചോളൂ. സത്യത്തിൽ അനുവദിക്കാൻ പാടില്ല, നിയമം അനുസരിച്ച് സാക്ഷ്യം അനുവദിച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ വിശ്വാസന്റെ ക്രൂസിൽ നൽകി മുറിപ്പാടുകളൊക്കെ വൃത്തിയാക്കി, മോരും അകിലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശി. ലോകത്തിലേറ്റവും ചിലവേറിയ ശവമടക്ക് കിട്ടുന്നത്
ഈജിപ്തിലെ ഫറവോമാർക്ക് വിലപിടിപ്പുള്ള സുഗന്ധ ലേപനങ്ങളിട്ട് പൂശി മമ്മീഫൈ ചെയ്യുന്ന ആ ശവശരങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ? ഇത്തരം സുഗന്ധ കൂട്ടുകളുടെ മനോഹരമായ ചമയിക്കൽ യേശുവിന് നടത്തിയിട്ട് ഇരണ്ടുണിയിലേക്ക് ഈ മനോഹരമായ കൂട്ടുകൾ ഈ തൈലമൊക്കെ മുക്കി അതിങ്ങനെ ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ചുറ്റുന്ന അവരുടെ സംസ്കാരം. അങ്ങനെ നമുക്ക് ലേപനം വീണ്ടും 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 പൂശി ഈ ശരീരത്തിലേക്ക് ലേപനം ഇട്ട് പൂശുമ്പോൾ ഇത് ചെയ്യേണ്ടത് ഇവര് രണ്ടും അല്ല. വാസ്തവത്തിൽ ആരാ ചെയ്യണ്ടേ? ശ്രമിക്കണം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പരിചയപ്പെട്ടവരിൽ കുറെ നന്ദി കെട്ടിട്ട് മനുഷ്യരുണ്ടെന്ന്. അങ്ങനെ എവിടെ പോയി? ബഥാനിയിലില്ല. എന്റെ വീടടുത്താ, ഓടി വരാം. ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരം. അല്ലെ അവന്റെ സഹോദരിമാരെവിടെ? മാർത്തയും പറയും. എവിടെ ഐറോസും കുടുംബവും? എവിടെ കാവളന്ന ഭൂമിയിലെ പക്ഷപാത രോഗി? എവിടെ കഴിഞ്ഞ ദിവസമൊക്കെ അപ്പം വാങ്ങി ഭക്ഷിച്ച ആയിരക്കണക്കിന് മനുഷ്യർ? എവിടെ പിറവി കുരുടന്മാർ സൗഖ്യം പ്രാപിച്ചവർ? 10 കുഷ്ഠരോഗികൾ സൗഖ്യപ്പെട്ടില്ലേ? ഈ ജനാവലികളൊക്കെ എവിടെ? അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഉപകാരം കൈപ്പറ്റിയ ഒറ്റ ഒരുത്തനെയും ഈ സ്ഥലത്ത് കാണാതെ വന്നപ്പോ 2 മനുഷ്യർ. ഞങ്ങൾക്ക് ഈ ശരീരം വേണം. തോമസ് സംശയിക്കാതിരിക്കുന്ന യൂദാ 30 വെള്ളി നാണയം വിലയിട്ട പത്രോസ് തള്ളിക്കളഞ്ഞ ഈ ശരീരം എനിക്ക് വേണം. ഞാൻ ഏറ്റവും സ്വാതന്ത്ര്യങ്ങൾ പൂശി അനുഗ്രഹിക്കപ്പെട്ട നിലയിലതിനെ കൈകാര്യം ചെയ്യും. ഈ പ്രതീക്ഷയോടെ ഈ ശവശരീരം കൊണ്ടുവച്ചു. ഇന്ന് വചനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ രാത്രിയിലും പറഞ്ഞു നിർത്തിയിടണ്ട. നിങ്ങൾക്ക് ആരാകാനായി ഒരു കാര്യം ഉറപ്പില്ല. ഒരു പിടി അപ്പം കിട്ടിയില്ലെങ്കിലും, ഒരു രോഗസൗഖ്യം വന്നില്ലെങ്കിലും, പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭൗതിക അനുഗ്രഹം കൊണ്ട് ഞാൻ മാനിക്കപ്പെട്ടില്ലെങ്കിലും, എന്റെ ആഗ്രഹം നിനക്ക് വേണ്ടിയുണ്ടെങ്കിലും നിന്നെ സേവിക്കണം. അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി. ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി ആസ്വദിക്കാൻ കഴിയാത്തതാ ഉണർവുകളുടെ താമസം. ആ ക്രൂശിക്കപ്പെട്ടവനോട് ചേർന്ന് നിൽക്കാത്തതാ പ്രാർത്ഥനയ്ക്ക് വരുന്നത്, ഉപവസിക്കാൻ വരുന്നവര്, കൺവെൻഷന് വരുന്നവര് ഏതോതരം അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് വന്നിട്ട് ആ ക്രൂശിന്റെ അപ്പുറത്ത് കിടക്കുന്നവൻ പറയുന്ന പോലെ നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങൾക്ക് അഭിവൃദ്ധിത, ഞങ്ങൾക്ക് പുരോഗതിത എന്ന് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന ജീവിത വീക്ഷണത്തിനപ്പുറത്ത് പറയണം, എനിക്കും അങ്ങയെപ്പോലെ, എനിക്കും അങ്ങയെപ്പോലെ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യബോധത്തിൽ അറിയപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. ആ ക്രൂശിനെ നിർത്തണം, ക്രൂശോട് ചേർന്ന് നിൽക്കണം. ഒരു സെക്രട്ടറി ക്രൂശിന്റെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ ആകപ്പാടെ കാണുന്നത് ഇവിടെ സ്ത്രീകളെയാണ്. പലപ്പോഴും സ്ത്രീ സമൂഹത്തെ കുറിച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളുണ്ട്. അവരശക്തരാണെന്നും കഴിവില്ലാത്തവരാണെന്നും വിശ്വസിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറയുന്ന അനുഭവമുണ്ട്. ഷേക്സ്പിയറുടെ കഥകളിലൊക്കെ സ്ത്രീ വഞ്ചനയാണ്. ഷേക്സ്പിയറുടെ കൃതികളിലൊക്കെ തന്നെ ഓഥല്ലോ എടുത്താലും മറ്റേത് കൃതി എടുത്താലും തെറ്റിദ്ധാരണകൾക്ക് ഹേതു അവളാണ്. ലോകമതങ്ങളൊക്കെ തന്നെ സ്ത്രീയെ കുറിച്ച് കാട്ടിയ വിചിന്തനം ചെയ്ത കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. 12 വിശകലനങ്ങളിൽ സ്ത്രീകളില്ല. 12 പേരും ക്രൂശിന്റെ ചുവട്ടിലുമില്ല. ഒരാളുണ്ട്, യോഹന്നാൻ. ആത്മീയനില്ല. ബാക്കിയെല്ലാം സ്ത്രീകളാണ്. ആളുകളിൽ നിന്ന് എന്നോട് ചോദിക്കും, സ്ത്രീകൾ സുവിശേഷം പ്രസംഗിക്കുന്ന യോജിപ്പുണ്ടോ? നിങ്ങളാ പ്രസംഗിക്കണ്ടേ. കാരണം നിങ്ങൾ ആ ക്രൂശിനെ കണ്ടത് ആ രംഗത്തിന് സാക്ഷ്യം വെച്ചിട്ടേ എന്തുപകാരം കിട്ടുമെന്നോ അവിടെ നിന്ന് ക്രൂശിക്കപ്പെട്ടവനെ ഒറ്റക്ക് ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല. ആ കൂടെ ഒരു പയ്യനുണ്ട്, യോഹന്നാൻ. താങ്കൾ എന്ത് ചെയ്യും ക്രൂശിന്റെ ചുവട്ടിൽ? യോഹന്നാൻ പറയും, പത്രോസിന്റെ അത്ര ധീരത എനിക്കില്ല. മത്തായി പോലെ ഞാൻ പണ്ഡിതനല്ല. എന്റെ സമശിഷ്ടങ്ങളെപ്പോലെ ഒരു കഴിവില്ല. പക്ഷെ ആ കുത്തി തുറക്കപ്പെട്ട വിലാപ്രോമിൽ ഞാൻ പലപ്പോഴും അവിടെ ചാരി നിന്നിട്ടുണ്ട്.
ആ രക്തം ഒഴുകി വന്ന ആ കൈകളില്ലേ, ആ കൈകൾ ചേർത്ത് അവൻ എന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ട്. ആ വലിച്ചു കുറിച്ച രോമകുടുങ്ങളില്ലേ, ആ താടിയിലൊക്കെ ഞാനിങ്ങനെ തടവിയിട്ടുണ്ട്. ഏതോ ഒരു വൈകാരിക ബന്ധം, മരണത്തിന്റെ ഭീതി ഉണ്ടായിട്ടും എന്നെയും ആക്രമിച്ച് വിവരം ഓർമ്മ വന്നിട്ടും അതൊക്കെ മറന്നു തികഞ്ഞ സ്നേഹത്തോടെ ഞാൻ ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ആ കാഴ്ച കണ്ട് മതിവരാതെ നിൽക്കുന്ന യോഹന്നാന് യേശുവിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. സ്വന്തം അമ്മയെ ഏൽപ്പിച്ചിട്ട് പറയാ, ഇതാ നിന്റെ അമ്മ, ഈ ബ്രദറാ നിന്റെ മകൻ. മനുഷ്യന്റെ നിലയിൽ ജീവിതത്തിന്റെ അന്ത്യമാണ്. അല്ല യോഹന്നാൻ, ഇത് കാഴ്ചയുടെ അന്ത്യമല്ല, ജീവിതത്തിന്റെ അന്ത്യമല്ല, ഇതാ തുടക്കം. നീ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ക്രൂശിന്റെ മുനപ്പന്ത് തിന്ന നിന്റെ ജീവിതത്തിന്റെ യാത്ര ഈ മനുഷ്യനാ പിന്നെ നമ്മൾ കണ്ടത്. തേജോ രൂപിയായ ക്രിസ്തുവിനെ മറുരൂപ മലയിൽ കണ്ടു, ജീവിതത്തിൽ പലവട്ടം കണ്ടു. 95 വയസ്സ് പ്രായമായപ്പോൾ ലോകത്തിൽ ആർക്കും വേണ്ടാതെ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ തള്ളിക്കളഞ്ഞ് ജരാനര ബാധിച്ച് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ഒരു കഴിവുമില്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞവന്റെ നടുവിലേക്ക് തേജോമയനായ ദൈവത്തിന്റെ പുത്രൻ 7 നിലവിളക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് വെങ്കച്ച കെട്ടി മരിച്ച പുത്രനോട് സദൃശനായി ഇറങ്ങി വന്ന് ഇടപെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, മകനെ, നീയാണ് എന്റെ ക്രൂശ് കണ്ടതെങ്കിൽ തേജോമയന്റെ രൂപവും നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. ഈ ദർശനം നിന്നെ മുന്നോട്ട് നയിക്കട്ടെ, ഈ കൃപ നിന്നെ മുന്നോട്ട് നയിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനം ഈ ക്രൂശിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പാടുന്നൊക്കെ നമ്മുടെ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒന്നിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർമ്മ, നമ്മൾ ഈ പല പാട്ടുകൾ ഈ ഭൂമി കൊണ്ട് തീരേണ്ട പാട്ടുകളാണ് ഇവിടെ കൊണ്ടുവരും. പ്രമേയങ്ങളില്ല. ഉദാഹരണം കർത്താവ് താൻ ഗംഭീര നാളത്തോട് സുഹൃത്ത് ചെന്നാൽ പിന്നെ ഈ പാട്ട് വേണോ? എന്താ അവിടെ ഞാനിത് പാടിയോ? ഞാൻ അന്നേരം പറയും ചോദ്യം അവിടെ പോലത്തെ അന്നത് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് ആ കഷ്ടത പരിഹാസം എന്ന് പാടിയ മിണ്ടായിടാന്ന് പറയുന്നത് കഴിഞ്ഞു. ശരിയല്ലേ? അതെല്ലാം വേണോ? വേണ്ട. പിന്നെ വരങ്ങൾ പോലും വേണ്ട, കൃപാവരങ്ങൾ. അതൊക്കെ ഭൂമിയിൽ വേണ്ട സംഗതിയാണ്. ഭൂമിയിൽ സഭയിൽ ഉള്ളിടത്തോളം അതുണ്ട് താനും. വാതി വഴിക്ക് അത് കളഞ്ഞിച്ചു പോയി എന്നൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിത്യതയെ ചെല്ലുമ്പോൾ ഒരുത്തനോടൊന്ന് നമ്മളറിയാം, മകനെയും ഒരാലോചന ഇന്ന് പകൽക്കാലം അറിയിക്കട്ടെ. എന്റെ വിചാരമല്ല നിന്റെ വിചാരം, നിന്റെ വിചാരം അവന്റെ വിചാരം, അത് രണ്ടുമല്ല മറ്റവന്റെ വിചാരം ഉണ്ടെങ്കിലുണ്ട്. കാരണം ഇതൊക്കെ പറയാനുള്ള സ്ഥലം എവിടാ? ഭൂമിയിൽ ഇതിലുള്ളതൊക്കെ കഴിഞ്ഞ് രൂപാന്തര ശരീരങ്ങളായി ക്രിസ്തു രാജ്യത്തിൽ എന്റെ രാജ്യം. പക്ഷെ അവിടെയും ഒരു പാട്ടിന് പ്രസക്തിയുണ്ട്. മക്കളെ, ഇന്ന് പാടുന്ന പാട്ടിൽ ഒരു പാട്ട് സ്വർഗത്തിലും വേണം. ഒരു പ്രമേയം, ഒരു പ്രമേയത്തിന് അവിടെയും പ്രസക്തിയുണ്ട്. സ്വർഗത്തെ സ്വർഗമാക്കുന്ന, നിത്യതയെ നിത്യതയാക്കുന്ന ഘടകം തങ്കത്തെരുവീതികളോ മനോഹരമായ നീരുറവയോ ഒന്നുമില്ല. സ്വർഗീയ ജീവികളെയും ത്രസിപ്പിക്കുന്ന, ആവേശഭരിതമാക്കുന്ന ഒരു കാര്യം ഭൂമിയിൽ നടന്നൊരു സംഭവം സ്വർഗത്തെ ആവേശഭരിതമാക്കുന്നത്. സ്വർഗത്തെ ഇങ്ങനെ ശബ്ദതരംഗങ്ങൾ കൊണ്ട് ഇളക്കുന്ന, സ്വർഗത്തെ ആവേശഭരിതമാക്കുന്ന, ദൂതഗണങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന, സഭയെ ഉത്കൃഷ്ടമാക്കുന്ന ആ പ്രമേയം ക്രൂശാണ്. സ്വർഗത്തിൽ അതിന് പ്രസക്തി ഉണ്ടെന്ന് എന്താ തെളിവ്? ദൂതഗണങ്ങൾ പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു. ഇതാണ് നിത്യതയുടെ പവറെങ്കിൽ ക്രൂശാണ് നമ്മുടെ ശക്തി. ആ ക്രൂശ് തന്റെ രക്തമാണ് നമ്മുടെ ശക്തി. ആ രക്തത്തിന്റെ വൈകാരികതയെ, ആ രക്തത്തിന്റെ ശക്തിയെ തിരസ്കരിച്ചുകൊണ്ട് ഉലകത്തിലൊരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാതെ ഈ രാത്രി നസ്രായനായ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്തുകൊണ്ട് വേണം ഓരോ ദൈവവൈദ്യങ്ങളും ഇവിടം വിട്ട് പിരിയാൻ. യേശുവിന്റെ രക്തം ഈ വചനം കേൾക്കുന്നവർക്ക് രോഗശാന്തിയാകട്ടെ, ഈ വചനം കേൾക്കുന്നവർക്ക് വിടുതലാകട്ടെ. മനോമുഖരത്തിൽ രൂപപ്പെട്ട 100,000 പ്രതിസന്ധികൾക്ക് ഉത്തരം കൽപ്പിക്കുന്ന ക്രൂശിന്റെ ശക്തി പുത്തനുണർവോടെ
ഈ രാത്രി ദിനത്തെ തുടട്ടെ. അകത്തും പുറത്തും ഇരുന്ന് വചനം കേൾക്കുന്നവർക്ക് ഈ ക്രൂശിന്റെ ശബ്ദം പുതിയ ഉണർവാകട്ടെ, പുതിയ അനുഭവമാകട്ടെ. യേശുവിനെ ദൈവം പൈതലായി, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ പൈതങ്ങൾക്ക് കഴിയട്ടെ, സഹോദരങ്ങൾക്ക് കഴിയട്ടെ. ഈ നസ്രായനായ യേശുവിനെ ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന സദ്വർത്തമാനത്തിന്റെ ഘോഷണം ഈ സമാപന രാത്രിയിൽ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കുന്നു. ദൈവം വചനം കേട്ട സകലരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ഉപസംഹരിക്കുന്നു. കർത്തൃനാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് വിശുദ്ധ കരമുയർത്തി കർത്താവിനെ ഒരിക്കലും കൂടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവവചനം ഇന്ന് രാത്രിയിൽ വളരെ മനോഹരമായി ആധികാരികതയോടെ പങ്കുവച്ച ബഹുമാന്യ കർത്തൃദാസനെ സർവശക്തനായ ദൈവം വരുന്ന നാളുകളിൽ പിന്നെയും ശക്തിയോടെ കരമിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടും തുറന്ന ഹൃദയത്തോടും കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഫെലോഷിപ്പിന്റെ ട്രഷറായി സേവനമനുഷ്ഠിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജോജി മാത്യു മുൻപോട്ട് കടന്നു വന്ന് നന്ദി അറിയിക്കുന്നതാണ്. കർത്താവിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസഭയിൽ മഹത്വപ്പെടുത്തുവാർത്തോളമായിരിക്കും കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇപ്പോൾ സമാപിക്കുവാൻ പോകുന്ന ഈ കൺവെൻഷൻ കോഴിക്കോട് നോർത്ത് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു വർഷം മുമ്പുള്ള ആഗ്രഹവും പ്രാർത്ഥനയുടെയും ഒരു ഫലമാണ് ഈ 2 ദിവസങ്ങളായി ഇവിടെ നടന്ന കൺവെൻഷൻ എന്നുള്ളത്. ഞങ്ങൾ വളരെ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളുടെ ചിന്തകളുടെ ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത്. പല ഡേറ്റുകൾ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കർത്താവിന്റെ സമയം ഈ 2 ദിവസങ്ങളായിരുന്നു. അത് ഇങ്ങനെ നടത്തുവാൻ ഈ പേരാമ്പ്രയുടെ ഈ മാർക്കറ്റ് പ്ലേസിൽ നടത്തുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത് ഓർത്ത് കർത്താവിന് ആദ്യമേ തന്നെ സകല മഹത്വവും മാനവും നന്ദിയും അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടാണ് രാത്രിയിൽ ഈ 2 ദിവസങ്ങളിൽ കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് സഹായിച്ചത്. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ സമയം മുൻപോട്ട് പോയത് കൊണ്ട് വേഗത്തിൽ വാക്കുകളെ പറഞ്ഞ് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച കർത്താവിന്റെ വലിയൊരു ദാസൻ, കോഴിക്കോട് നോർത്ത് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ ബോബൻ ബേബി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. വിശേഷാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് 2 ദിവസവും നമ്മുടെ നടുവിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ അനിൽ കൊടുത്തോട്ടം ഞങ്ങളുടെ ക്ഷണം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഡേറ്റ് കർത്താവിന്റെ ദാസൻ തരികയും ചെയ്തതനുസരിച്ച് ഈ പറഞ്ഞതനുസരിച്ച് ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന 2 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട സുവിശേഷം, അതിന്റെ അതേ പകിട്ടോടുകൂടെ ഇന്ന് രാത്രികാലവും നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് ശുശ്രൂഷിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയും. ഫെലോഷിപ്പിന്റെ പേരിലുള്ള ഹൃദയംഗമായ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായി. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച കർത്തൃദാസന്മാരുണ്ട്, ഓപ്പണിംഗ് പ്രയർ നടത്തിയ ദാസന്മാരുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, അവർക്ക് നന്ദി അറിയിക്കുന്നു. വിശേഷാല് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ സമർപ്പിച്ചത് വടകര AG സെക്ഷൻ പ്രസ്ബിറ്ററും തിരുവണ്ണാമൊഴി AG സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ KK വർഗീസ് അവറുകളാണ്. KK വർഗീസ് അവറുകളോടുള്ള ഫെലോഷിപ്പിന്റെ ഹൃദയംഗമായ നന്ദിയെ ഞങ്ങൾ ഇന്ന് രാത്രികാലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയില് മീറ്റിംഗിൽ
ആശീർവാദം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞത് പേരാമ്പ്ര സെൻട്രൽ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിന് വലിയൊരു ശേഷദാസൻ എം മാത്യു അവറുകളാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഫെലോഷിപ്പിന്റെ പേരിൽ ഇന്ന് രാത്രികാലം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസങ്ങളെ നമ്മളെ പ്രാർത്ഥനയെ സഹായിച്ച അനവധി ദേവദാസന്മാരുണ്ട്. ആ ദേവദാസന്മാരുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ അജി ജോൺ, റോയ് തോമസ്, പാസ്റ്റർ രാജു വർഗീസ് തുടങ്ങിയ ദേവദാസന്മാരെ ഒക്കെ കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയെ സഹായിച്ചു. ആ ദേവദാസന്മാരോടും പേര് പറയാതായിരിക്കുന്ന പ്രാർത്ഥിച്ച ദേവദാസന്മാരോടുമുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി ഇന്ന് രാത്രികാലം അറിയിച്ചുള്ളൂ. അതുപോലെ തന്നെ ഈ 2 ദിവസത്തെ മീറ്റിംഗിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൊയർ പാടിയ ഫെലോഷിപ്പിലെ ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളും സഭയിലെ മക്കളുമാണ് 2 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവര് ഗാനങ്ങൾ ആലപിക്കുവാനിടയായി തീർന്നത്. ചില ആഴ്ചകളിലെ പരിശീലനം അവര് ഒരുമിച്ച് പാടി പരിശീലിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം അവർക്ക് കൊടുത്ത താലന്തുകളെ ഇവിടെ ഉപയോഗിക്കുവാൻ, ഈ പരസ്യമായി കർത്താവിനെ ഉയർത്തുവാൻ, ഗാനങ്ങളിലൂടെ ഉയർത്തുവാൻ ദൈവമായി കർത്താവിനെ സഹായിച്ചു. വിശേഷാല് പാസ്റ്റർ ജോമോൻ ജോസഫ് അതിന് നേതൃത്വം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ കൊയർ ടീമിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അവരുടെ പാട്ടുകൾക്ക് മനോഹരമായിരിക്കുന്ന സംഗീതം നിർവഹിച്ചതായിരിക്കുന്ന പാസ്റ്റർ അച്ഛൻ ജോസ് ഊമലയോടും ജിജു പാപ്പച്ചൻ അച്ഛനോടുള്ള ഹൃദയമായ നന്ദിയെ ഫെലോഷിപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെവികളിൽ എത്തിക്കുകയും വിശേഷാല് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇവിടെ എല്ലാം സമീപ പ്രദേശങ്ങൾക്ക് ശ്രവിക്കുവാൻ തക്കവണ്ണം നല്ല നിലയിൽ സൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷാനി സൗണ്ടിനോടുള്ള ഞങ്ങളുടെ ഹൃദയമായ നന്ദി ഇന്ന് രാത്രികാലം ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഈ മീറ്റിംഗ് ഇവിടെ നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അനുമതി നൽകി തന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ എല്ലാ ഭരണകർത്താക്കളോടും എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി ഞങ്ങൾ ഈ ഫെലോഷിപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ വേണ്ടുന്നതായിരിക്കുന്ന നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും പറഞ്ഞ പോലീസ് അധികാരികളോടുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷ എസ് ഐ സാർ നേരിട്ട് വന്ന് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇടയായി തീർന്നു. അവരോടൊക്കെയുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. വിശേഷ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ആളുകൾ ഇവിടെ കടന്നു വരാൻ അന്വേഷിക്കാൻ ഇടയായി തീർന്നു. അവരോടൊക്കെയുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ഞങ്ങളുടെ 2 ദിവസത്തെ മീറ്റിംഗിൽ സമീപ സഭകളിലെ ഷോപ്പുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെയും ടാക്സി ഡ്രൈവേഴ്സ് ആയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നിങ്ങളുടെ സഹനത്തിനും ക്ഷമയോപൂർവമുള്ള കേൾവിക്കും ഞങ്ങൾ ഫെലോഷിപ്പിന്റെ പേരിൽ നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന് സംബന്ധിച്ച് ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത എല്ലാ സഭാ ദൈവദാസന്മാരോടും ദൈവമക്കളോടുമുള്ള ഹൃദയംഗമായ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. വിശേഷാല് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്ന പാസ്റ്റർ പി ടി തോമസ് അവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഫെലോഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് എന്റെ വക പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവിടെ കഠിനമായിരിക്കുന്ന പരിശ്രമമാണ് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗ് ക്രമീകരിക്കാനിടയായി തീർന്നത്. ഞങ്ങൾ ആരെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴേ മനസ്സിൽ വന്ന പേര് വേറെ എല്ലാവരുടെയും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു പേര് പാസ്റ്റർ അനിൽക്കോടിത്തോട്ടത്തെ വിളിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും ഒരു 99% തീരുമാനങ്ങളിലും എതിരഭിപ്രായങ്ങളില്ലാതെ അല്ലെങ്കിൽ തർക്കങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ തിരുനാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായിരുന്ന ദൈവജനം ശ്രമിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. നമുക്ക് നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ടി തോമസ് അവர்கள் മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ പടക്കാം. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഇന്നലെയും ഇന്നുമായി അവിടുത്തെ മാറ്റമില്ലാത്ത സന്ദേശം ഈ പെരാമ്പറിലുള്ള ഈ ദേശത്തോട് വിളിച്ചോതുവാൻ കർത്താവിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കുവാൻ കോഴിക്കോട് നോർത്ത് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്ത നല്ല ആലോചനകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, അവിടുത്തെ വലിയൊരു ദാസൻ നിന്നുമായി ഇവിടെ വന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചന വിദേശത്തോട് പ്രഘോഷിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് കർത്താവ് ശക്തിയുക്തമായി അവൻ മാറ്റമില്ലാത്ത സന്ദേശം ഈ ജനത്തോട് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കിയത് ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം. ഭൂമിയുടെ അറ്റത്തോളം പോയി എല്ലാ വ്യക്തികളോടും അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള അവിടുത്തെ കൽപ്പന അംഗീകരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു, ഈ കാര്യങ്ങൾ ചെയ്തു. പ്രിയ കർത്താവേ, ഈ ദേശത്ത് അനേകർ യേശുവിനെ അറിഞ്ഞ് സത്യവചനത്തെ മനസ്സിലാക്കി രക്ഷ കർത്താവെ ഉള്ളവരായി നിത്യരാജ്യത്തിൽ കാണുവാൻ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നടന്ന ഈ കർത്താവെ പ്രോഗ്രാമിൽ ദൈവ സാന്നിധ്യം, നിറവാർന്ന സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. മടങ്ങിയുള്ള യാത്രയിലും പരിശുദ്ധന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ രാത്രി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ. ഈ കർത്താവെ കാര്യങ്ങളെല്ലാം ചെയ്ത ദൈവദാസന്മാരെ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നതോടൊപ്പം ജനത്തെയും കർത്താവ് ആശീർവദിച്ച ഫലങ്ങളിലേക്ക് അയച്ചാട്ട് കൃപ കൂടിയിരിക്കണം. മഹത്വം അവിടുത്തേക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നമ്മോടും ഈ ദേശത്തുള്ള പ്രിയ സഹോദരങ്ങളോടും കൂടെ കർത്താവായ യേശുവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് എത്രത്തോളം അനുഗ്രഹമാക്കി പ്രോഗ്രാമുകൾ തീർത്തതോർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നോട്ടീസ് വായിക്കുന്നു. ഞങ്ങള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മലബാർ ഗോസ്പൽ ടീമും മുതുകാട് ഫിലദൽഫിയ ചർച്ചും ചേർന്ന് ഒരുക്കുന്ന സുവിശേഷ മഹായോഗവും